Okay. Okay, Brian. ഓക്കെ മാം. ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇബ്രാഹിം മജീദ്, IAGCയുടെ GCC ഇവന്റ് കോർഡിനേറ്റർ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ഇൻ ലൈഫ് എന്ന വിഷയത്തിന്റെ വെബിനാറിലേക്ക് ആദ്യം തന്നെ ചെയർമാൻ ഡോക്ടർ റിയാസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പ്രൊഫസർ ഡോക്ടർ ഹംസ സർ, ഓവർസിയസ് പാട്രൺ, അതുപോലെ തന്നെ ഓവർസിയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ മാഡത്തിനെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മിസ്റ്റർ രതീഷ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് മിസ്റ്റർ ശ്രീറാം, അതിനോടൊപ്പം തന്നെ IAGCയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ ഇന്നത്തെ വെബിനാർ ടോപ്പിക്കായ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ഇൻ ലൈഫ് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഉപേഷ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഉപേഷ്, സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഉപേഷ്, വെൽക്കം ടു IAGC ഫാമിലി. താങ്ക് യു. വെൽക്കം സർ. ഡോക്ടർ ഉപേഷ് BDS ഗ്രാജുവേറ്റർ ആണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകൾ പതിപ്പിച്ചിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഫേഷ്യൽ എസ്തെറ്റിക് സർജൻ, സൈക്കോളജി കൗൺസിലർ, സൈക്കോതെറാപ്പി ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ്. അതുകൂടാതെ അദ്ദേഹം ഒരു എന്റർപ്രണറും കൂടിയാണ്. മൈൻഡ് കെയർ കൗൺസിലിംഗ് സെന്റർ തിരൂർ, ക്രസന്റ് ഡെന്റൽ ക്ലിനിക് തിരൂർ. ഈ പറഞ്ഞ മേഖലയിലെല്ലാം അദ്ദേഹം 2.5 വർഷത്തിന് മുകളിലായി അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു എവ്രി വൺ. ആൻഡ് ഡോക്ടർ ഉപേഷ്, once again welcome to IAGC webinar, and please you can continue now. Thank you sir. Hello. Yes sir. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്. ഓഡിയബിൾ ആണ്. സാറിന് സംസാരിക്കാം. ഗുഡ് ഈവനിങ് ഓൾ. അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിരിക്കാവൂ അല്ലെ? ക്ലാസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 9:30 സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ഇൻ ലൈഫ് അല്ലെ, അതിനെ കുറിച്ച് പറയിട്ടുള്ള ചെറിയ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ടാ അല്ലെ? എല്ലാരും ഓക്കെ? ക്ലാസ്സിന് എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഈ ഫാമിലി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ഫാമിലി എന്ന് പറയാൻ പറ്റുമോ? ഫാമിലി മീൻസ് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, ഗ്രാൻഡ് പേരൻസ് എല്ലാരും കൂടി കൂടി. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ പരസ്പരം ചുമതലകൾ പങ്കുവെച്ച് വ്യക്തികളോ അവിടെ കുട്ടികളല്ലാതെയോ ഒരുമിച്ച് ജീവിക്കുന്ന നമ്മൾ കുടുംബം എന്ന് പറയും അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഓൾഡ് ജനറേഷനും അതായത് ന്യൂ ജനറേഷനും അല്ലെ? എന്താണ് ഓൾഡ് ജനറേഷൻ അറിയോ? ഓൾഡ് ജനറേഷനോട് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷെ നമ്മളുടെ മുൻകാല തലമുറകളെ ആയിരിക്കാം ഓൾഡ് ജനറേഷൻ. അല്ലെങ്കിൽ നമ്മൾക്ക് ജന്മം നൽകിയിട്ടുള്ള പാരന്റ്സിനൊക്കെ നമ്മളൊരു ഏജിലോട്ടേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ പറയും അതൊക്കെ ഒരു ഓൾഡ് ജനറേഷൻസ് ആണെന്ന് പറയും. ഓക്കെ. ആ സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ? സ്ലൈഡ്. ഓക്കെ. ഗുഡ്. അപ്പൊ നമ്മൾ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ അല്ലെ? ഇപ്പൊ നമുക്ക് ജോയിന്റ് ഫാമിലി ഉണ്ടാക്കി, ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ടാക്കും അല്ലെ? നമ്മുടെ ഈ ഗ്രൂപ്പിൽ എത്ര ജോയിന്റ് ഫാമിലീസ് ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ ജോയിന്റ് ഫാമിലി ജീവിക്കുന്നവര്? നാട്ടിൽ വന്നപ്പം ജോയിന്റ് ഫാമിലി. ഓക്കെ. നമ്മൾ പുറത്തൊക്കെ എബ്രോഡൊക്കെ ആവുമ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി താമസിക്കും അല്ലെ? എക്സാക്ട്ലി. അതെ. ഓക്കെ. അപ്പൊ ഈ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ? കറക്റ്റ് സർ. ഓക്കെ. അപ്പൊ നമ്മൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് അതിന് പറയാൻ പറ്റുമോ? എന്താണ് അഡ്വാൻറ്റേജസ് നമുക്ക് ജോയിന്റ് ഫാമിലി താമസിക്കുമ്പോൾ എന്തൊക്കെയാണ്? പങ്കുവെക്കലുണ്ടാവും. എങ്ങനെ? പങ്കുവെക്കലുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, നല്ല പോയിന്റ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. ഗുഡ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സർ, ജോയിന്റ് ഫാമിലി ആവുന്ന സമയത്ത് നമുക്ക് വളരുന്ന കുട്ടികൾക്ക് ഉണ്ടല്ലോ ഒരു മെന്റൽ സപ്പോർട്ട് എന്തായാലും നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾക്കൊരു എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിയിലാവുന്ന സമയത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ തന്നെ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവര് ചീത്ത പറഞ്ഞിരിക്കുന്നത് പാരന്റ്സ് ആണ്. അപ്പൊ നേരെ പോയിട്ട് ഒരു റൂമിൽ തനിച്ചിരിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ്, ഒരു പ്രോസസ്സാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജോയിന്റ് ഫാമിലിയിലാവുന്ന സമയത്ത് അവരുടെ അച്ഛനും അമ്മയും അവർ പറയും അടിക്കുകയോ ചെയ്തതിന് നേരെ
ഒന്ന് തലോടിയാൽ അതും സാരമില്ല, മുത്തശ്ശിയില്ല അല്ലെങ്കിൽ മുത്തശ്ശനുണ്ടല്ലോ എന്തിനാന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് മൈൻഡ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ടാവുന്നത് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സാർ. അതെ അതെ, നല്ലൊരു കാര്യമാണ് ഈ ബ്രൂസ് പറഞ്ഞത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ജോയിന്റ് ഫാമിലി ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരിക്കും അല്ലെ. മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, അച്ഛൻ, അമ്മയുടെ ഏട്ടൻ, അങ്ങനെ അച്ഛന്റെ ഏട്ടന്റെ വൈഫ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സമയം നമുക്ക് തീർക്കാൻ പറ്റും അല്ലെ. നേരെ മറിച്ച് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോഴോ നമ്മൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആരും പറയൊന്നുമില്ല. പുറത്തറിഞ്ഞ ഭയങ്കര, ഫാമിലി അറിഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരിങ്ങനെ പറയും അവരിങ്ങനെ പറയും, അങ്ങനെ ചിന്തകൾ അന്ന് ഫാമിലീസ് എല്ലാവർക്കും ഉള്ളത്. ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ അച്ഛൻ, അമ്മ, മോളെ, മോനെ അങ്ങനെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന ടൈമിലായിരിക്കും നമ്മൾ ഈ ജോയിന്റ് ഫാമിലി ആയിരുന്നെങ്കിൽ ഇതിന് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മളിപ്പോ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലായിരിക്കും വേറെ ഫാമിലി ഉണ്ടായിരിക്കുക, അവർ കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. നേരെ മറിച്ച് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട് ജോയിന്റ് ഫാമിലിയിൽ അല്ലെ. കറക്റ്റ്. ഓക്കെ. അതേപോലെ നമ്മൾ ഇപ്പൊ ജോയിന്റ് ഫാമിലി ഒക്കെ ആകുമ്പോൾ നമ്മളിപ്പോ വീട്ടിൽ ഒരുപാട് വർക്കൊക്കെ ഉണ്ടായി, ജോലിയൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോ കിച്ചണിലായാലും ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർ ഡിവൈഡ് ചെയ്യും. അവർക്ക് ഓരോരുത്തർ ഇന്നത് ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അത് നേരെ ന്യൂക്ലിയർ ഫാമിലിക്ക് വരുമ്പോഴോ ഒക്കെ നമ്മൾ തന്നെ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാണ്ടായിരിക്കും, ഡ്യൂട്ടിക്ക് പോകാൻ മുന്നേ നമ്മൾ നേരത്തെ എണീറ്റു, ഫുഡൊക്കെ ഉണ്ടാക്കി, മക്കളൊക്കെ പറഞ്ഞയച്ചു, ഹസ്ബൻഡിനെ പറഞ്ഞയച്ചു, നമ്മൾ പോകുമ്പോൾ മേ ബി ലേറ്റ് ആയി പോകും. ജോയിന്റ് ഫാമിലി ആകുമ്പോൾ മേ ബി അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജോയിന്റ് ഫാമിലിയിൽ മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട്. അതായത് നമുക്ക് നല്ലതും ഉണ്ട് ചീത്ത ഭാഗങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ നല്ല ഭാഗങ്ങൾ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഫാമിലി ആവുക അല്ലെ. ഓക്കെ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ജോയിന്റ് ഫാമിലിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ന്യൂക്ലിയർ ഫാമിലി നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാ ഉണ്ടാവുക, ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബാധ്യതകളും ആ ആളുകളിൽ, അതായത് ആരാണോ അതിന്റെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എല്ലാ ബാധ്യതകളും അവരിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ആകുന്നതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഒരു ഫാമിലിയിൽ വരുന്നത്, അതെല്ലാ കാര്യങ്ങളുടെയും ചെയ്തു തീർക്കേണ്ടത് ആ ഫാമിലിയിലുള്ള ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ആൾക്കാർ. അവിടെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്സ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ശരി, ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ശരി, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആട്ടോ, കുഴപ്പം, നല്ല പോയിന്റ് ആണ് പറഞ്ഞു. ഓക്കെ. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയപ്പോ നമുക്ക് എന്താ പ്രൈവസി ഉണ്ടായിരിക്കും, ശരിയാണോ? കറക്റ്റ്. ഓക്കെ. അതുപോലെ ഫിനാൻഷ്യൽ നീഡ്, അതുപോലെ നമുക്ക് ഫ്രീഡം ഉണ്ടായിരിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോൾ അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും അല്ലെ. അതിനാണ് നമ്മൾ ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത് പറയുന്നത് അല്ലെ. നമ്മളെ കാര്യത്തിന് വേറെ ആൾ ചോദിച്ച് ചെയ്യുമ്പോ നമുക്ക് മേ ബി അത് ചെയ്യേണ്ട പറഞ്ഞാൽ അയ്യോ വേണ്ട, അവര് ചോദിക്കേണ്ടേയില്ല അല്ലെ. ജോയിന്റ് ഫാമിലി ആകുമ്പോൾ ചോദിക്കേണ്ടേയില്ല. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടി, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പൊ നമ്മളെ കാര്യങ്ങൾ വേറെ ആൾ ചോദിക്കേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. എല്ലാം കറക്റ്റ്. ജോലി ചെയ്യുന്ന ഇപ്പൊ ഭാര്യ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട്, മക്കൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഒരാൾ ടീച്ചർ ആയിരിക്കാം, മാഷായിരിക്കാം, അവർക്ക് നേരത്തെ പോകേണ്ടി വരും അല്ലെ. ഇപ്പോ ജോയിന്റ് ഫാമിലിയിലാകുമ്പോൾ മേ ബി അതൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി മാറും. അപ്പൊ ഒരുപാട് പേരൊക്കെ ഉണ്ട്, അപ്പൊ അവരൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് പോകേണ്ടി വരിക. അപ്പൊ ന്യൂക്ലിയർ ഫാമിലിക്ക് വരുമ്പോ അത് കുഴപ്പമില്ല, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അതെ, സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും കൂടുതലായിട്ട്. ഓക്കെ. അതേപോലെ തന്നെ അതിന് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തായിരിക്കും സാർ? അതുപോലെ ന്യൂക്ലിയർ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു നമ്മള് മക്കളെ വളർത്തുന്ന നേരം കുറച്ചും കൂടെ നമ്മളൊരു ഇഷ്ടത്തിന് വളർത്താൻ കഴിയും. കാരണം ജോയിന്റ് ഫാമിലി ആകുമ്പോൾ ഗ്രാൻഡ് പേരൻസ് ഈ പറഞ്ഞതുപോലെ നല്ലതാണ്, പക്ഷെ അതൊരു മോശമായിട്ട് വരുന്നുണ്ട് എന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്ത മക്കളെ അത് തിരുത്താൻ ശ്രമിച്ചാലും ചില സമയത്ത് ഗ്രാൻഡ് പേരൻസ് അവരെ ഓവറായിട്ട് പാമ്പർ ചെയ്തിട്ട് അപ്പൊ നമ്മളെ ഒരു മോശക്കാരായി അങ്ങനെ ഒരു രീതിയിലേക്ക് മക്കൾക്ക് നമ്മളോടൊരു ഇഷ്ടക്കുറവ് വരിക, അല്ലെങ്കിൽ കാരണം നമ്മളെ തെറ്റ് ചെയ്ത് നമ്മൾ വഴക്ക് പറഞ്ഞാലും അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പൊ പിന്നെ മക്കൾക്ക് തോന്നും ആ തെറ്റും കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുണ്ടല്ലോ, അങ്ങനെ ഒരു തോട്ട് മക്കൾക്കും വരും. അതേസമയം മക്കളെ ഇടക്ക് നമ്മളൊരു ഞാൻ അടിച്ചല്ലോ, ഞാൻ അവനെ വഴക്ക് പറഞ്ഞല്ലോ, അതിന് പിന്നെ എൻ്റെ അടുത്തൊരു ദേഷ്യം പോലെ ഗ്രാൻഡ് പേരൻസ് അവരുടെ അടുക്ക് നല്ല ആളായി. അപ്പൊ അത് നമുക്ക് പേഴ്സണലി ഇപ്പൊ ഞാനൊരു ഉമ്മയെ അത് ചിലപ്പോ എനിക്കൊരു സങ്കടം ഉണ്ടാവും. എന്റെ മോനെ ഞാൻ അടിച്ചാലും എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് സങ്കടം.
പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ഈ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നതാണെങ്കിൽ പിന്നീട് ഈ ഗ്രാൻഡ് പാരന്റ്സ് ഇങ്ങനെ ചെയ്തതിന് ശേഷം അപ്പൊ അത് കുറച്ചും കൂടെ മക്കൾ നമ്മളൊരു അകൽച്ച വന്നു പോകും. കാരണം അവരാണ് ഓവറായിട്ട് മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ മക്കളെ കണ്ണ് കാണുന്നത്. നമ്മൾ നല്ലതായിട്ട് ചെയ്യുന്നതാണെങ്കിലും മക്കളെ കണ്ണിൽ അവരാണ് നല്ലതായിട്ട് തോന്നുന്നുണ്ടാവാന്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓക്കെ അത് കുഴപ്പം. അത് എല്ലാ ഫാമിലീസിലും ഉണ്ടാവുന്ന പ്രശ്നം തന്നെയാണ് ഇതൊക്കെ. ഇപ്പോ ഗ്രാൻഡ് പാരന്റ്സ് കുറച്ച് കുട്ടികളെ ലാളിച്ച് വഷളാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒന്നും പറയാൻ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണ്ട, ഞാൻ എന്റെ മക്കളാണത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവൂല, അവർ വലുതായി കഴിഞ്ഞാൽ അവർ ഇതിനെക്കാട്ടിയും വഷളായി കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ശരി, ഫാമിലിക്ക് മാറുമ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന് പുറമെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ സംഭവം, നമുക്ക് ഇൻസെക്യൂരിറ്റി കുട്ടികളിൽ നമുക്ക് മേ ബി നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, രാവിലെ മോർണിംഗ് 9:30 or 10 പോയി കഴിഞ്ഞാൽ വൈകിട്ട് 5:30 or 6 ആവും നമ്മൾ തിരിച്ചെത്തുണ്ടാവുക. പക്ഷെ ആ കുഞ്ഞുങ്ങൾ നേരത്തെ വീട്ടിലെത്തുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ആ കുഞ്ഞുങ്ങളെ നോക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ആ ടൈമിൽ ആരും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നൊരു അതുമില്ലേ. കറക്റ്റ്. ഐസൊലേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അതെ. അപ്പോ നമുക്ക് രണ്ടും ഉണ്ട്. ഇപ്പൊ നമ്മൾ ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, രണ്ടിനും നമുക്ക് അഡ്വാൻസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ നല്ലപോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രശ്നത്തിൽ വരൂല. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഓക്കെ, അതായത് എനിക്ക് ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലയന്റ് എന്ന് പറഞ്ഞാല് അവർക്ക് മോൻ +1 പഠിക്കുക. അപ്പോ അച്ഛൻ അച്ഛൻ ഗൾഫിലാണ്, അമ്മയാണ് വീട്ടിലുള്ളത്. അവിടെ ഒരു അവർക്ക് മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. അങ്ങനെ ആ ടൈമില് ഈ കുഞ്ഞിനെ ഈ അച്ഛനെ ഈ ഭയങ്കര ഇഷ്ടമല്ല. അച്ഛനെ എന്താണോ എനിക്കറിയില്ല, അവര് പറയുന്നത് എന്താ അറിയില്ല, അച്ഛനെ ഭയങ്കര എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടാണെന്ന് പറയാറുണ്ട്. അപ്പൊ ആ കുറ്റപ്പെടുത്തൽ മൊത്തം ഈ കുഞ്ഞിനും കൊടുക്കുന്നുണ്ട്. അതായത് കുഞ്ഞ് പഠിക്കാൻ കുറച്ച് കുറവാണ്, പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കുഞ്ഞിന് കുറച്ചും കൂടി മുന്നോട്ട് വരാൻ പറ്റും. ആ ടൈമില് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് അമ്മയുടെ മുമ്പിൽ മോനെ താഴ്ത്തി പറയാ, നീ അച്ഛനെ പോലെ ആവും, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് നയിക്കുന്ന കുട്ടിനെ ബാക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പഠിക്കാനായാലും എല്ലാ കാര്യത്തിലും. ഇപ്പൊ അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ പോലും വെച്ചിട്ട് തന്നെ അവരെ അപമാനിക്കുക, അച്ഛന്റെ പേര് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഫാമിലീസ് ഉണ്ടായിരിക്കും ജോയിന്റ് ഫാമിലീസിൽ അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും മാറി താമസിച്ചാൽ മതിയായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ആരെ കൗൺസിൽ ചെയ്യേണ്ടത്? പാരന്റ്സ് നമ്മൾ കൗൺസിൽ ചെയ്താൽ ശരിയാവോ? ശരിയാവില്ല. കാരണം നമ്മൾ അവരെ കൗൺസിൽ ചെയ്ത് പകരം ആ കുഞ്ഞിനെയും അമ്മയും ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതായത് നമ്മൾ മാറി അവരും മാറും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അവർക്ക് ടാസ്കും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഗ്രാൻഡ് പാരന്റ്സ് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാ, എനിക്ക് ഇത്ര ഏജ് ഒക്കെ ഉണ്ടല്ലോ. അന്നത്തെ ജനറേഷൻ അങ്ങനെ കേട്ടോ. ആ ജനറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 70+ ആണ് ആ ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞാല്. അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട കൗൺസിലിംഗ് ആർക്കാണ്? ആ മോനും അതേപോലെ അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. അവിടെ എങ്ങനെയൊക്കെ ജീവിച്ച് പോവാം അല്ലെ. അപ്പൊ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരത് മുന്നോട്ട് പോയി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ടാസ്കും കാര്യമൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ ജോയിന്റിലും ന്യൂക്ലിയറിലും നല്ലപോലെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ന്യൂക്ലിയറിൽ മാത്രമേ നല്ലപോലെ ജീവിക്കാൻ പറ്റുന്നല്ല, ജോയിന്റിലും ജീവിക്കാൻ പറ്റും. രണ്ടിലും നല്ല കാര്യങ്ങളുണ്ട് അല്ലെ. ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. രണ്ട് സൈഡിലുള്ള ആളുകളാണെങ്കിലും അവർ നല്ലവരാണോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജോയിന്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് കുട്ടിക്ക് ശരിക്കും പുറത്തുനിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതും കുട്ടിക്ക് എന്ത് ചെയ്യണ്ട, പുറത്തുനിന്ന് ശരിക്കും സ്കൂളിലൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു സംസ്കാരം രൂപപ്പെടുക. പക്ഷെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല ജോയിന്റ് ഫാമിലി ആവുന്ന സമയത്ത്. അത് അതിനകത്ത് തന്നെ ശരിക്കും കുട്ടിക്ക് അത് കിട്ടും. അതുപോലെ തന്നെ ഈ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിട്ട് പാരന്റ്സിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു വരും. മറിച്ച് കുട്ടികൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അതിന് മറിച്ച് ജോയിന്റ് ഫാമിലിയിൽ പറഞ്ഞത് മാതിരി എന്താ പറയാ, ചെറിയ ഫാമിലിയിൽ വന്നിട്ട് ഇതിന്റെ ഇതുകൾ ഉണ്ടായിരിക്കും. എന്താ വെച്ചാൽ ഫ്രീഡം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും.
പക്ഷെ നമ്മളിപ്പോ ഈ മൊബൈൽ അഡിക്ഷൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ശരിക്കും കുട്ടികൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത, ഷെയറിങ് കാര്യങ്ങളൊക്കെ കുറയുമെന്ന് തോന്നുന്നു. പക്ഷെ ഇത് രണ്ടും നന്നാവുന്നത് ആ വീട്ടിലുള്ള ആളുകളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോ നമുക്ക് ഇതിന് സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇതിലിപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞതില് അതിന് സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യോ? ഓക്കെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ടൈം ഇൻ ഫാമിലി. ഫാമിലിയില് നമുക്ക് ക്വാളിറ്റി ടൈം അത്യാവശ്യ ഘടകം അല്ലെ? നമുക്ക് ഒരു ഫാമിലി ആയി കഴിഞ്ഞാല് നമുക്ക് മേ ബി എല്ലാ പാരന്റ്സും ഇപ്പൊ എല്ലാവരും ജോലിക്കാരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതാണ് കേട്ടോ. പാരന്റ്സ് ഹൗസ് വൈഫ് ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഫാമിലി ലൈഫിൽ ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർക്ക് എല്ലാം രണ്ടുപേരും ബിസി ആയിരിക്കാം അല്ലെ? ഇപ്പൊ അടുത്തൊരു എനിക്ക് ക്ലയന്റ് വന്നു. എന്താണെന്ന് വെച്ചാല് രണ്ടുപേരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ല. അപ്പോ അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത വിഷമമുണ്ട്, അതേപോലെ ഫാമിലിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വിഷമമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതായത് അവരുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും വേറെ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അവരുടെ ഭർത്താവ് പറഞ്ഞാല് ജസ്റ്റ് അവര് സെൽഫായിട്ട് ഓൺ ആയിട്ടൊരു ബിസിനസ്സാണ്. അപ്പോ ആ ബിസിനസ്സിൽ ഒരുപാട് ലേഡീസ് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ വൈഫിന് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്നത്. അപ്പോ അങ്ങനെ കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നത്, പക്ഷെ കണ്ടുപിടിച്ച തെളിവുകളൊന്നുമില്ല. അവരുടെ മനസ്സിലുണ്ടായ ആ ഒരു തരം സംശയങ്ങളാണ്. അങ്ങനെ അവര് പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ ബിസിനസ് ആ ഒരു ഫേമില് ലേഡീസ് സ്റ്റാഫ് ഉണ്ട്, അവരങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഇവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആള് ചെയ്തെന്നൊന്നും പറയുന്നില്ല. ആള് അവർക്ക് സംസാരിക്കുന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് എവിടുന്നൊക്കെയോ റൂമേഴ്സ് ആയി കിട്ടിയതാണ്. അതായത് അവിടുത്തെ സ്റ്റാഫിനെ പറഞ്ഞു കേട്ടതാണ്. പക്ഷെ അത് തുറന്ന് സംസാരിക്കുന്നില്ല അവർ രണ്ടുപേരും. എന്താണ് ഇഷ്യൂ ഉണ്ടായതെന്ന് തുറന്ന് സംസാരിക്കുന്നില്ല. അപ്പോ അങ്ങനെ എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന് ഭയങ്കര പ്രോബ്ലംസ് ആണ്, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ മെയിൻ പ്രോബ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. അവര് രണ്ടു കൂട്ടരും ഒരുമിച്ചിന്ന് സംസാരിക്കുന്നില്ല. എന്താണ് പ്രോബ്ലം മനസ്സിലാക്കി സംസാരിച്ചാലേ കാര്യം നടക്കുള്ളൂ. ഇവര് പ്രോബ്ലംസ് പറയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലുംപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് എന്താ തുറന്നു പറഞ്ഞാലേ നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ രണ്ടുപേരും ഇരുത്തി സംസാരിച്ചപ്പോ പ്രോബ്ലംസ് ഒന്നുമില്ല. അത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്. അവിടെ എന്താ വെച്ചാൽ ഭർത്താവിന്റെ ആ ഫേമിലുള്ള പെൺകുട്ടി എന്നാൽ കുറച്ച് ആക്റ്റീവായ കുട്ടിയാണ്. ഒരു കോഴ്സ് സെക്ഷൻ ആണ് അവർക്കുള്ളത്. അതായത് എഡ്യൂക്കേഷന്റെ എന്തോ ഒരു കൺസൾട്ടൻസിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫേമിൽ ഇരിക്കുന്ന ടൈമിൽ ഇത് ഹെഡ് ആയിരിക്കുന്ന ആൾക്ക് ജസ്റ്റ് സംസാരിക്കേണ്ടി വരും. മേ ബി ജോലി കഴിഞ്ഞ് വന്നാലും അവിടെ ചാറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് ഇവര് സംശയത്തിലാണ് കണ്ടിട്ടുള്ളത് വൈഫ്. അപ്പൊ അവിടെ ഉണ്ടായത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് അല്ലെ? അപ്പൊ സംസാരിക്കാൻ ഒരു ടൈം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡെയിലി നമ്മൾ ബിസി ആയിരിക്കാം, പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമിലോ നമ്മൾ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നമ്മൾ സംസാരിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ പ്രശ്നം സോൾവ് ആയിരുന്നു. അങ്ങനെ ഇവര് വന്ന് കൗൺസിലിംഗ് ഒക്കെ വന്നു. ആ ടാസ്കിങ് എല്ലാം കൊടുത്തപ്പോൾ ഓൾ ടൈം ആണ് അവരുടെ മെയിൻ പ്രശ്നം വന്നിട്ടുള്ളത്. അത് കൊടുത്താൽ സെറ്റായി, കുഴപ്പമൊന്നുമില്ല, സംശയങ്ങൾ തീർന്നു. ഓക്കെ, ഈ ഒരു പറഞ്ഞതില് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഈ ക്വാളിറ്റി ടൈമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറിവിലുള്ളതാണ്. അപ്പൊ ഹസ്ബൻഡിന് ജോബ്, അത് കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് വരും. അതുപോലെ വൈഫ് ഹൗസ് വൈഫാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്നുറങ്ങും. അത് കഴിഞ്ഞ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ മൊബൈലിലാണ്. വർത്താനം പറയാനോ ഭാര്യയുടെ അടുത്തൊന്ന് സംസാരിക്കാനോ വിശേഷങ്ങൾ ചോദിക്കാനോ സമയം കണ്ടെത്തുന്നില്ല. അപ്പൊ അതിൽ ഇപ്പൊ വൈഫിന് നല്ല സങ്കടമുണ്ട്. വൈഫാണെങ്കിൽ ഹൗസ് വൈഫാണ്, എപ്പോഴും വീട്ടിൽ തന്നെയാണ്.
അപ്പൊ അതിനെന്താ സാറിന് അതിന് ആ ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് രാവിലെ എപ്പോ ഡ്യൂട്ടിക്ക് പോലെ? പുലർച്ചെ 3 മണിക്കാണ്, മാർക്കറ്റിലാണ്. ഓക്കെ. വൈകിട്ട് എപ്പോഴാണ് തിരിച്ചെത്തുക? ഉച്ചയ്ക്ക് എത്തും. ഉച്ചക്ക് എത്തും. ഓക്കെ. ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ഒക്കെ ഉണ്ടാവാറില്ലേ? ഒരുമിച്ച് ഇന്ന് ഓ ഫുഡ് കഴിക്കും? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഓരോ ഡെയിലി നമ്മൾ ഓരോ ടാസ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഒരു ഡേ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് മേ ബി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ ആദ്യം ഇപ്പൊ ഫുഡ് കഴിക്കുക, ഒരുമിച്ച് കഴിക്കുക. അതിന്റെ ആവശ്യം എന്താ? ഓക്കെ, ഞാൻ ഏതെങ്കിലും ടൈമിൽ നീ വരിക, അപ്പൊ നീ ഇപ്പോ നിനക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രോബ്ലംസ് കഴിക്കുന്ന നീ നേരത്തെ കഴിച്ചോ. അതിന് പകരം ഹസ്ബൻഡ് എപ്പോഴാണ് ആ വരുന്ന ടൈമിൽ ഫുഡ് കഴിക്കാൻ അവരും കൂടെ തയ്യാറാവുക. ഓക്കെ. ആ അപ്പൊ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ജസ്റ്റ് മേ ബി സംസാരമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ടോപ്പിക് എടുക്കാം. എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ഫാമിലി വരാൻ പോണ സെലിബ്രേഷൻസോ എന്തെങ്കിലും ഫംഗ്ഷൻസോ എന്തെങ്കിലും കാലത്ത് നമ്മൾ ടോപ്പിക് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് സംസാരം വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരം കുറച്ച് കൂടി വരും. അതായത് ഓരോ ദിവസം അങ്ങനെ ടാസ്ക് ആയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കും. അതായത് നമ്മൾ ടൈം കൊടുക്കുക, ടൈം കണ്ടെത്തുക നമ്മൾ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈം ആയാലും അപ്പോഴേ നമ്മൾ ഒരുമിച്ച് ഇരിക്കുള്ളൂ. അപ്പൊ നമ്മൾ വേറെ ഫോൺ വേറെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ വേറെ ഫുഡ് കഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ടൈമിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മേ ബി അവർ കേട്ട്. അല്ല, ആള് ശീലം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഫോൺ യൂസ് ചെയ്യും, ഫോൺ ഇല്ലെങ്കിൽ പത്രം വായിക്കും. ഇതാണ് ആളുടെ ഒരു ശീലം. ഫുഡ് കഴിക്കുമ്പോഴോ? പത്രം എങ്ങനെ വായിക്കും? പത്രം എങ്ങനെ വായിക്കുക? അതൊക്കെ ശീലം അങ്ങനെയാണ് ആളുടെ. അത് പേപ്പർ വായിക്കാതെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പേപ്പർ വായിക്കും ആരെങ്കിലും. മേ ബി അത് അവർ പറഞ്ഞോട്ട് നിന്ന് തെറ്റിയായിരിക്കാം. പേപ്പർ വായിക്കുന്നത്, ഫോൺ മേ ബി വീഡിയോസ് ഒക്കെ കണ്ടിരിക്കാം. അല്ലേ, അത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അത് ഓക്കെ. അതായത് നമ്മൾ ആ ടാസ്ക് കൊടുത്താൽ മതി. നമ്മൾ ഈ ടാസ്ക് കൊടുക്കുക, അതായത് നമ്മൾ ആ ടൈമിൽ സംസാരിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കൊടുത്താൽ മതി. നമ്മളാണ് ഇനിഷ്യേറ്റ് എടുക്കേണ്ടത്. നമ്മളെ ആവശ്യം നമ്മൾ ആവശ്യം നമ്മൾ കുറച്ച് അപ്പൊ തിരിച്ച് തട്ടിക്കേറിയാൽ എന്ത് ചെയ്യും? നമ്മോട് തട്ടിക്കയറിയാൽ എന്ത് ചെയ്യും? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടെ. അതായത് നമ്മളിപ്പോ സാധാരണ എല്ലാ വീട്ടിലും ഇപ്പൊ ഹസ്ബൻഡ് കഴിഞ്ഞ് കയറി വരുമ്പോ നമ്മൾ രാത്രി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് മേടിക്കാൻ ടേക്ക, അത് മേടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും, ഇന്ന് അത് ഇല്ലാണ്ട് പറ്റൂല, അതാണ് ഇതാണ് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ വരുന്ന വഴിക്ക് ഇതൊക്കെ മറന്നിട്ടാവും ആള്. ഒരു എക്സാമ്പിൾ പറയട്ടോ, വരുന്ന വഴിക്ക് ആളൊക്കെ മറന്നിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്തെങ്കിലും ഇഷ്യൂസ്, ബിസിനസ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ വീട്ടിൽ കയറി വരുമ്പോ നമ്മൾ എടുത്ത പാട് നിൽക്കാൻ കൊണ്ടുവരാൻ അത് ഇതില്ല, നിങ്ങൾ പറഞ്ഞല്ലേ രാവിലെ തന്നെ ഒക്കെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്. നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന പകരം നമ്മൾ കുറച്ച് അവരെ വെൽക്കം ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തൊന്ന് ഫ്രഷ് ആയി വന്ന് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിരിക്കുന്ന ടൈം കഴിക്കാം. അവർ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമോ ജസ്റ്റ് ഇരിക്കുന്ന ടൈം ഉണ്ടായിരിക്കാം. ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് വന്ന പാർട്ടി നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്തിടുകയാണെങ്കിൽ പ്രശ്നങ്ങളായിരിക്കുള്ളൂ. മനസ്സിലായത്? സാറ് പറയുന്നതൊക്കെ മനസ്സിലായി. പക്ഷെ അത്ര സമാധാനത്തെ പറഞ്ഞാലും വേറെ കുറെ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു, നമ്മൾ അവർ കൂളായ ടൈം നമ്മൾ കണ്ടെത്തണം. അവർ കൂളായ ടൈം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം. അവര് ഇപ്പൊ പറഞ്ഞ മാതിരി അവർ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ടെൻഷനിൽ ഇരിക്കണമെന്നല്ല. അവര് മേ ബി കൂളായിരിക്കുമ്പോൾ ടെൻഷൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ പേപ്പറൊക്കെ വായിക്കാം. ആരെങ്കിലും പേപ്പറൊക്കെ വായിക്കുന്ന ടെൻഷൻ അടിച്ച് പേപ്പർ വായിക്കും ഇല്ല. അപ്പൊ ആ ടൈമിൽ ജസ്റ്റ് അവർ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം നമ്മൾ കണ്ടെത്തണം. നമ്മളെ ആവശ്യമാണ് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളത്, അല്ലേ? സാറ് പറഞ്ഞത് അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു അനുഭവം വെച്ച് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ ന്യൂസിൽ മുഴുകിയിരിക്കുന്ന ആളുകളോട് നമുക്ക് എപ്പോ സംസാരിക്കാൻ പറ്റും? ആ സമയത്ത് നമ്മൾ മിണ്ടാൻ നിന്നാ അതിൽ ഡിസ്റ്റർബ് ആവുക എന്നല്ലേ പറയുന്നത്? ന്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതല്ല, ഞാനൊന്ന് പറയട്ടെ. അതായത് ഇപ്പോ അയാളത് അത്രയും ആസ്വദിച്ച് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മൊബൈൽ ഫോൺ ആവട്ടെ, ന്യൂസ് ആവട്ടെ, ഇത് രണ്ടും അയാളെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ആളുടെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മേ ബി അയാളിലേക്ക് എത്താൻ പറ്റില്ലേ? എത്താൻ പറ്റും. അങ്ങനെ ഒരു ടോക്ക് കൊണ്ടുവരാലോ. അപ്പൊ അതിനാദ്യം അയാളെ അറിയാൻ പറ്റണം. അല്ലാണ്ട് എങ്ങനെ പറ്റും? ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആള് വില്ലിങ് ആവണ്ടേ ഇതിന് വേണ്ടിയിട്ട്? ഭാര്യയുടെ സമയം കണ്ടെത്തണം, കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കണം എന്നുള്ളത് ആള് വില്ലിങ് ആവണ്ടേ? അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ
മേ ബി അവർ ഓക്കെ ആയിരിക്കും. ഇഷ്ടപ്പെടുന്ന കാര്യം രാത്രിയാണെങ്കിൽ നമ്മൾ എങ്ങനെ സംസാരിക്കും? ഇഷ്ടപ്പെടുന്ന കാര്യം അവർക്ക് എന്തായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ ആ വ്യക്തി മേ ബി എന്ത് ബിസിനസ് ആണ് പറയുന്നത്, മാർക്കറ്റിൽ എന്താ പറഞ്ഞത്, മാർക്കറ്റില്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ബിസിനസ് പരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന് കുറച്ച് കുഴപ്പമുണ്ടായില്ല, അങ്ങനത്തെ കാര്യം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സർ അതും ഇപ്പൊ അതിനോടനുബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് വശം മാത്രം പറയുകയാണെങ്കിലോ, മീൻസ് ഇന്നത്തെ ക്ലിയറൻസ് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും പ്രഷറിൽ സംസാരിക്കാൻ. അത് ശരിയാണ്. അപ്പൊ അത് എന്നും നമുക്ക് ഇതുപോലെ ആവില്ലല്ലോ. എന്നും ഇപ്പൊ നമുക്ക് ബിസിനസ് മോശമാവോ? ഇല്ല, ആയിട്ടുണ്ടായിരിക്കാം അല്ലേ? സർ പറഞ്ഞു വരുന്നത് അവര് മിംഗ്ലായി, അതായത് അവരെ കാര്യങ്ങൾ നമ്മൾ മിംഗ്ലായി സംസാരിച്ച് പതിയെ നമ്മളെ കാര്യം അതിലേക്ക് കൊണ്ടുവരുക, അതാണ് സാർ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ അവരെ കാര്യം നമ്മൾ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നുള്ള ഒരു ബോധം വരുമ്പോൾ നമുക്ക് നമ്മളെ കാര്യം കൂടി അവരോട് ഷെയർ ചെയ്യാം, അതാണോ? അപ്പൊ എന്താ പറയാ, അവരുടെ കാര്യം നമ്മൾ ഇടപെടുന്ന മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. തീർച്ചയായും ആ ഒരു കാര്യം സക്സസ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ആക്ച്വലി ഒരു പ്രണയബന്ധത്തിൽ എങ്ങനെയാണോ ഏർപ്പെടുന്നത്, അപ്പൊ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണോ അതേ ഒരു ഇത് നമ്മൾ ഈ വീട്ടിലും കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ലൈക്ക് വാട്ട് ഓൾ തിങ്സ് മേക്സ് ഹിം ഹാപ്പി എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ കൺട്രോൾ പോകും എവിടെ കൺട്രോൾ പോവില്ല എന്നുള്ളതും. കാരണം ഒരുപാട് എന്താ പറയാ ഡാമേജ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്നാണല്ലോ ഇവരൊക്കെ സംസാരിക്കുന്നത്. അപ്പം അതിനെ ഇനി റിപ്പയർ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് നല്ല എഫേർട്ട് തന്നെ ഇടേണ്ടി വരും. അപ്പൊ നമ്മളുടെ ഭാഗത്ത് നമ്മൾ ഫുള്ളി നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ന്യൂസിനോട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ന്യൂസിനെ കുറിച്ച് സംസാരിക്കുക. എന്നിട്ട് പയ്യെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ്, ആ കോമൺ ഗ്രൗണ്ട് കൊണ്ടുവന്നിട്ട് വേണം അവരെ നമുക്ക് കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല സാർ, നമ്മളിപ്പോ അയാള് കുറെ കാലങ്ങളായിട്ട് ശീലിച്ചു വരുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് ശരിക്കും ആളുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. നമ്മൾ പറയാറുണ്ട് ഒരു 21 days നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ അതിൽ തന്നെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന് തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. കൂടുതലും നെഗറ്റീവ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അത് പോസിറ്റീവ് ആവാൻ സമയം എടുക്കും തോന്നുന്നു അല്ലെ? നമുക്കത് കൗൺസിലിംഗ് കൂടെ CBT വഴി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. CBT എന്ന് വെച്ച് കഴിഞ്ഞാല് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയാം. നമ്മൾ ബിഹേവിയർ ചേഞ്ച് ആക്കി എടുക്കാം. കോഗ്നിഷനിൽ ഡിസ്റ്റോർഷൻസ് മാറ്റിക്കൊണ്ടുവരിക, അതിലൂടെ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക. ഓക്കെ, അതെ, സമയം എന്തായാലും എടുക്കും. ടൈം എടുക്കും. കാരണം സമയം എടുത്ത് നമ്മൾ മോശമാക്കിയ ബന്ധങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും സമയം എടുത്തിട്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് തിരിച്ചും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ബെറ്റർ CBT കോഴ്സ് നമ്മൾ പഠിക്കണം. CBT തെറാപ്പി കോഴ്സ് പഠിക്കുന്ന CBT കുറിച്ച് CBT എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ക്ലാസ് ഒന്ന് എൻഡ് ആയി. CBT എങ്ങനെ ചെയ്യാം ഒരു ചെറിയ സജഷൻ പറഞ്ഞോട്ടെ. ഈ ഒരു കേസിൽ കേട്ടപ്പം തോന്നിയ ഒരു സജഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ മൊബൈൽ സമയത്തും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ്, നമ്മൾ കാറിൽ എവിടെയെങ്കിലും പോവാൻ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല സംസാരത്തിലേക്കൂടെ നമുക്ക് വേണ്ടുന്ന സംസാരത്തിലേക്ക് എത്തിക്കാൻ ഒരു സജഷൻ. കാരണം വെച്ചാൽ ഈ സമയത്ത് എന്തായാലും മൊബൈൽ തൊടാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പ് ഒക്കെ അടിക്കാൻ സെറ്റ് ആണെങ്കിൽ ആണെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ച് അല്ലെങ്കിൽ അതിലേക്കൊരു സോഫ്റ്റ് ടോക്കിലേക്കൂടി തുടങ്ങി പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയൊരു മൊമെന്റ് ആണ്. എപ്പോഴും ഈ ഫോണിലേക്കൂടി ഉള്ള ഈ അഡിക്ഷൻ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോ ഈ പതുക്കെ ഈ ഡ്രൈവിംഗ് സമയത്ത് ഇറങ്ങി ഓടാനും പറ്റില്ല, പറയുന്നത് കേൾക്കേണ്ടി വരും. അങ്ങനെയൊക്കെ. അപ്പൊ സൗണ്ടിൽ പാട്ട് ഇടും. അപ്പൊ എങ്ങനെ സംസാരിക്കും? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സജഷൻ പറയട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
അദ്ദേഹം എന്തായാലും ന്യൂസ് പേപ്പറാണ് കൂടുതൽ നോക്കുന്നതും, അത് പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്താണ് അത് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വരുന്നതിന് മുൻപ് ഈ ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം വന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏത് പാർട്ടാണോ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ചെറുതായിട്ട് ഡിസ്കഷൻ തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ട്, കാരണം നിങ്ങൾ ഓൾറെഡി മുൻപേ വായിച്ചത് മനസ്സിലാക്കിയ കാര്യങ്ങളാണല്ലോ. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അല്ല പിന്നെ ഞാനൊരു എനിക്ക് കാര്യം പറയട്ടെ. That's a കാര്യം better point. അതെ, അതെ ഏറ്റവും കൂടുതൽ ഫോണാണ് യൂസ് ചെയ്യുക. ഫോൺ ഇല്ലെങ്കിൽ ബൈ ചാൻസ് ഫോൺ ഇല്ലെങ്കിൽ മാത്രമാണ് ന്യൂസ് പേപ്പർ എടുക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ഫോണിൽ യൂട്യൂബിൽ ഓരോ സിനിമകൾ കണ്ടിട്ട്, തമാശ സിനിമകൾ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി ടി വി വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് വേറെ ആൾക്കാർ. ഞാൻ ജോയിന്റ് ഫാമിലിയിലാണ്. അവര് വേറെ കാണുന്നുണ്ട്, വേറെ ആൾക്കാര് ഫാദറിലോയും ബ്രദറൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ എന്റെ ഹസ്ബൻഡ് മൊബൈലിലായിരിക്കും. വേറെ സെപ്പറേറ്റ് ഊണ് മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക. അത് ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും രാവിലെ ആയാലും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുക, ഒരേ പൊസിഷനിൽ സീറ്റിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുക. കാരണം മൊബൈൽ എവിടെയാണോ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റണം മൊബൈൽ. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കാണുമ്പോൾ ആ ഒരു വീഡിയോ അത് ഏതാണോ അവർ കാണുന്ന കോമഡി വീഡിയോസ് ആണെങ്കിലും കോമഡി വീഡിയോ കാണാം. അപ്പൊ ആ സിനിമയെ കുറിച്ച് നിങ്ങൾക്കും ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറെക്കുറെ ഉള്ളിൽ ഒരു പേടിയുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ സംസാരത്തിലും. കാരണം ചിലപ്പോൾ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വെച്ചിരിക്കുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡോട് കൂടി എന്നെ ഷൗട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പ് നിങ്ങളിൽ കാണുന്നുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്ന, നമ്മൾ ഡോക്ടർ ഉബൈസ് സാർ ഡിസ്കസ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മെയിൻ പ്രോബ്ലംസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്നിക്കൽ ഒരു ക്വാളിറ്റി ടൈം കിട്ടാനുള്ള ഒരു സംഭവം എന്തെങ്കിലും ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാക്കാം, എന്തെങ്കിലും കാര്യങ്ങൾക്ക്. അപ്പൊ അവിടെ നല്ലതായ കമ്മ്യൂണിക്കേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ 3 മണിക്ക് എണീറ്റ് പോകുന്ന അദ്ദേഹം ഒരുപക്ഷെ ഡ്രൈവിങ്ങും കാര്യങ്ങളും മാർക്കറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഫിസിക്കൽ ഇത് കൂടുതൽ ഇത് ചെയ്യേണ്ട സമയങ്ങളാണല്ലോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹം റിലാക്സേഷന് വേണ്ടിയിട്ട് കാണുന്ന ഒരു ഉപാധി ആയിരിക്കാം ഈ മൊബൈലിൽ കാണുന്ന ഓരോ റീൽസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഈ മൂവീസിന്റെ ഇതൊക്കെ കാണുന്നത്. കാരണം എന്റെ ഓഫീസിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് 1-2 പേര് ഇതേ ഹാബിറ്റ് ഉള്ളവരെ കാണുന്നുണ്ട്. അവരിത് തുറന്നു വെച്ച് ഇങ്ങനെ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ട് ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അത് അവരുടെ ഒരു വർക്കിംഗ് ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്തുള്ള റിലാക്സേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേ ഒരു സംഭവമാണ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ഒരു ശ്രമം നിങ്ങൾ ഉണ്ടാക്കുക ആദ്യം തന്നെ. പിന്നെ നിങ്ങൾ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു പേടി, ഉള്ളിലുള്ള ഒരു ആശങ്ക നിങ്ങളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സംഭവത്തിന് നിങ്ങൾ പതിയെ ഒരു സെൽഫ് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സഹായത്തോടു കൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട്, അത് പിന്നെ നേരത്തെ ഡോക്ടർ ഉബൈസ് സാർ പറഞ്ഞതുപോലെ തന്നെ CBT തെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. മാം, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഫുഡ് കഴിക്കുമ്പോ ആയാലും എന്തായാലും പറഞ്ഞ് കുറെ സമയം ഫോണ് കാണുക എല്ലാം ചെയ്യാന്ന്. എന്നാലും നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ, കുറച്ച് സമയം എന്തായാലും ഫസ്റ്റ് ടൈം കുറച്ച് സമയം വർത്താനം പറയുന്നുണ്ട്. പിന്നെ പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ അവരെന്നെ ഒരു സമയം കണ്ടെത്തല്ലോ. അപ്പൊ ഞാന് നമ്മുടെ കുട്ടികളിൽ വരുന്ന ക്വാളിറ്റി ടൈം എങ്ങനെയൊക്കെയാ നമുക്ക് കൂട്ടാൻ നോക്കാം അല്ലെ. എങ്ങനെയൊക്കെയാ നമ്മളിപ്പോ സ്കൂൾ വിട്ട് വന്നാല് കുഞ്ഞുങ്ങൾ മേ ബി ഒരു 4:35 ആകുമ്പോ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ വേഗം ഫ്രഷ് ആയി വേഗം കളിക്കാനെ ഓടുക അല്ലെ. അപ്പോ കളിക്കാൻ ഓടിക്കഴിഞ്ഞാൽ പിന്നെ കളി 7 o'clock ഒക്കെ ആവാം. ബോയ്സ് ഒക്കെ ആണെങ്കിൽ, ഗേൾസ് ഒക്കെ ആയിരിക്കും ഒരു 6 മണിയാകുമ്പോ 6:30 ഫ്രീ ആയി കഴിക്കുക. അപ്പൊ അവരെ വിശേഷങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റുക. സ്കൂളിലെ വിശേഷം നമ്മൾ ആരും ചോദിക്കാറുണ്ടാവില്ല. മേ ബി ചോദിക്കുന്നവരുണ്ടായിരിക്കാം, ചോദിക്കാത്തവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ പറയുന്നത് അറിയോ, നമ്മളെ വിശേഷം, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നത് ജസ്റ്റ് അത് ചോദിച്ചറിയാം. നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയും. നേരെ നമ്മൾ സ്കൂളിലെ വിശേഷം ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും പറയൂല. ഇന്നത്തെ കുട്ടികളെന്നാണ് നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ട് അവരും പറയാ, ആ ശരി, അന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ സ്കൂളിൽ ഇതേപോലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു, അവർ വീണു, അത് ഉണ്ടായി, എനിക്ക് കുട്ടി ചോക്ലേറ്റ് തന്നു, അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് അങ്ങനെ ആയിരുന്നു. നമ്മളോട് ഇങ്ങനെ പറയാൻ തുടങ്ങും. നമ്മൾ അങ്ങോട്ട് പറയണം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ടൈം കൊടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ. അത് എങ്ങനെ അതിനെ കുറിച്ച് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഹലോ, കുട്ടികൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ടൈം എങ്ങനെയൊക്കെയാന്നുള്ളത് ജസ്റ്റ് അത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണ്. നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്,
കുട്ടികൾ നമ്മളിപ്പോ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ അവരെ റിസീവ് ചെയ്യുന്ന അവിടെ മുതൽ തുടങ്ങണം നമ്മളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അവരെ വീട്ടിൽ ഇത്രയും നേരം ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളും അവരുടെ ഹോംവർക്കും എല്ലാ സംഭവങ്ങളും അവിടെയുള്ള സ്കൂൾ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ടയർഡ് ആയിട്ടാണ് കുട്ടി വരുന്നുണ്ടാവും. ആ സമയത്ത് അവരെ നമ്മൾ വെൽക്കം ചെയ്യുന്ന മെത്തേഡ്സ് മുതൽ നമ്മൾ ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ അങ്ങനെ വെൽക്കം ചെയ്ത് കുട്ടിക്ക് കുടിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഫ്രഷ് ആക്കി വെച്ചതിന് ശേഷം നമ്മളുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അവരുടെ ഓരോ കാര്യങ്ങൾ അവർ പതിയെ പതിയെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഡോക്ടർ ഉബൈസ് സർ പറഞ്ഞതുപോലെ പല പാരന്റ്സും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വന്ന് കയറി ഉടനെ തന്നെ എവിടുന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു അറിവാണ്. കുട്ടി വരുമ്പോൾ തന്നെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പം കുട്ടി ബാഗും കൊണ്ട് കയറി വരുമ്പോൾ തന്നെ ചോദിക്കാൻ തുടങ്ങും, ടീച്ചർ എന്താ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്തിരിക്കുന്നു, ടീച്ചർ എന്താ പറഞ്ഞത്, വരുമ്പോൾ എന്ത് മിഠായി വാങ്ങിച്ചിരുന്നു എന്നാക്കി, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നമ്മൾ പോലും ചിന്തിച്ചു തുടങ്ങുന്നത് നമ്മൾ നമ്മുടേതായ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടി പതിയെ അത് നമ്മളെ അടുത്ത് പറഞ്ഞു തുടങ്ങണം. അവിടെയാണ് കുട്ടിയുടെ ഒരു ഒരു കുട്ടിയായിട്ടുള്ള ഇന്ററാക്ഷന്റെ ഒരു ക്വാളിറ്റി ടൈം അങ്ങനെ വരുന്നെന്നുള്ളത് ഒരു സംഭവം ഇപ്പാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ ഓക്കെ. നിങ്ങളെല്ലാരും കുഞ്ഞുങ്ങളെ ബുക്കൊക്കെ വായിക്കാറുണ്ടോ? ഇപ്പൊ സ്കൂൾ വിട്ട് വന്നാലോ ഒരുമിച്ച് ഇരുന്ന് ബുക്കൊക്കെ വായിക്കാറുണ്ടോ? അതിന് ടൈം കണ്ടെത്താറുണ്ടോ? ഓക്കെ ഓക്കെ. നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ടൈമാണ് അങ്ങനെയൊക്കെ. അപ്പൊ ആ ടൈമിലൊക്കെ അവര് ബുക്കും ബാഗും ഒക്കെ നമ്മള് ചില പാരന്റ്സ് സെർച്ച് ചെയ്യും ബാഗൊക്കെ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത്. എല്ലാ സ്കൂളിലും ഉണ്ട് പ്രോബ്ലംസ് ഒക്കെ. നമ്മൾ വന്ന അവിടെ ബാഗ് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നു എന്തെന്റെ ബാഗ് സെർച്ച് ചെയ്യണം, എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അങ്ങനെ ചിന്തകൾ അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരറിയാണ്ട് തന്നെ നമ്മുടെ രീതിയിൽ ഇപ്പൊ ബുക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ മേ ബി നമ്മൾ ബാഗൊക്കെ നോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതിൽ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ബുദ്ധിമുട്ടൊന്നും വരില്ല. അവർക്ക് സെർച്ച് ചെയ്യാനുള്ള ചിന്ത വരില്ല. തെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ തെറ്റ് ചെയ്യുന്നതിനെ അവർ പിന്മാറി പോവുകയും ചെയ്യും. ഉമ്മ നോക്കുന്നുണ്ടല്ലോ, ഉപ്പ നോക്കുന്നുണ്ട്, അപ്പൊ കെയർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കണം, അങ്ങനെ കുഴി പോയി ചാടി തന്നെ അത് വേണ്ട, അങ്ങനത്തെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരു മൈൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് നീ പറയാണ്ടോ? ആക്ച്വലി സർ, ഇപ്പൊ നമ്മൾ ഹസ്ബൻഡും വൈഫും ഇപ്പൊ മുമ്പ് സംശയം ചോദിച്ചില്ലേ ഇത് ഏത് സമയത്ത് നമ്മളിങ്ങനെ ചോദിക്കേണ്ടത്. അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് കുട്ടികളോട് ചോദിക്കുന്നതിനും നമുക്ക് ആവശ്യമായ സമയമില്ലേ? എല്ലാ സമയത്തും നമ്മൾ ചോദിക്കാൻ പാടില്ലല്ലോ. നമുക്ക് അതിനനുസരിച്ച് ഓരോ ടൈമിങ് വെക്കണ്ടേ? കാരണം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു പെട്ടെന്നൊരു പേടി ഉണ്ടാവും, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ മടിയുണ്ടാവും. അപ്പൊ ആക്ച്വലി അവരോട് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോ ഇതേപോലെ ഒരു മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതാ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞ നമ്മൾ ബുക്ക് വായിക്കാറുണ്ടോ? കുഞ്ഞുങ്ങൾ ബുക്ക് ജസ്റ്റ് നോക്കാറുണ്ടോ? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മളെ മനസ്സിലുള്ള സംശയം തീരും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരൂല്ല. അതിന് സംശയം ഉണ്ട് അല്ല അങ്ങനെ ഉണ്ട് അവർക്ക് വരൂല്ല. നമ്മൾ നമ്മുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരില്ല. അത് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മള് കുഞ്ഞുങ്ങൾ ബെസ്റ്റ് ആയിട്ട് നീ ചെയ്തു, സ്കൂളിൽ എന്തെങ്കിലും നമുക്ക് വല്ല പ്രോത്സാഹന സമ്മാനങ്ങളോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പരിപാടിക്കോ പ്രോഗ്രാമൊക്കെ നിന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കുക, മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ കിട്ടിയല്ലോ, അത് മേ ബി സെക്കൻഡ് ആയിരിക്കാം, തേർഡ് ആയിരിക്കാം, പക്ഷെ അവർ നമ്മൾ ഫസ്റ്റ് കിട്ടിയതായ പോലെയാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും അവർക്ക് നെക്സ്റ്റ് ടൈം അത് ഫസ്റ്റ് കിട്ടണമെന്ന് ചിന്ത ഉണ്ടാവുള്ളൂ. നേരെ പക്ഷെ നമ്മൾ സെക്കൻഡ് അല്ലേ കിട്ടിയത്, അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും? മേ ബി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാറില്ല. ഇപ്പൊ എന്റെ മകനാണെങ്കിൽ പോലും, അത് തന്നെ എന്റെ ഫാമിലിയിലെ സിസ്റ്ററിന്റെ മക്കളാണെങ്കിൽ പോലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, കുട്ടി സ്റ്റേജിൽ കയറുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി. അവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ഒരു സംഭവം പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. കുട്ടിയെ നമ്മൾ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ആദ്യത്തെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ആ ഒരു ലെവലിലാണ് നമുക്ക് കുട്ടികളിൽ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ നമ്മളെ പല പാരന്റ്സിനെയും കണ്ടിട്ടുണ്ട്, സെക്കൻഡ് പ്രൈസ് കിട്ടിയാൽ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ, ആ കുട്ടിയൊക്കെ അങ്ങനെ ചെയ്തിട്ടും ഫസ്റ്റ് പ്രൈസ് വാങ്ങിയല്ലോ എന്നൊരു കമ്പാരിസൺ ചെയ്തുകൊണ്ടുള്ള സംസാരം കാണാറുണ്ട്. അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസിന്റെ അളവ് കുറച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് കയറി സ്റ്റേജിൽ നിന്ന് പ്രസന്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കുട്ടിയുടെ ഉള്ളിൽ പേടിയുണ്ട്, അയ്യോ എനിക്കിപ്പോ സെക്കൻഡ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിറകിലോട്ടേക്ക്
മാറി നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പൊ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, അവരെങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറി പ്രസന്റ് ചെയ്യുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക, അത്രത്തോളം അവരുടെ കയ്യിലുള്ളൂ. ബാക്കിയുള്ളത് മറ്റുള്ള സംഭവങ്ങളാണ്. അപ്പൊ ആ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അത് മെന്റലി ആണെങ്കിലും മറ്റുള്ള ഗൈഡൻസ് കൊടുത്തിട്ടാണെങ്കിലും ആ സംഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ നോർമലി കൊടുക്കാറുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ടൈമിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് ഇനി സർ ഈ സമയത്ത് എനിക്ക് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഈ സമയത്ത് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് റീസെന്റ് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതിനു മുൻപേ ഞാൻ എന്റെ ഫാമിലീസ് ഉണ്ടായിരുന്നു ഇതേ സംഭവം. കാരണം എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചു, ഇബ്രോ പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാള് ചോദിച്ചു വന്ന്, കുട്ടി ഇപ്പം വന്നിട്ട് 4th സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ എങ്ങനെയാണ് ഞാൻ ഉണ്ടായത്, അവർക്ക് സെക്കൻഡ് ബേബി ഉണ്ട്, എങ്ങനെയാണ് ഈ ബേബി വന്നത്, എവിടുന്നാണ് ഈ ബേബിനെ കിട്ടിയത്, അപ്പൊ ഏത് രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം, അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അത് ആ ക്വസ്റ്റ്യൻസിന് ഇഗ്നോർ ചെയ്ത മതിയോ, അത് ഇന്നും പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ആ കുട്ടിക്ക് പറയാം, നമ്മൾക്കറിയാം നോർമലി മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ കുട്ടിക്ക് നമ്മുടെ ഭാഗത്ത് ചെറിയൊരു എക്സ്പ്ലനേഷൻ എങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് സാറിന് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും? അതിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമ്മൾ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ഉത്തരം പറയണം. നേരെ മറിച്ച് നമ്മൾ ഉത്തരം പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക ബുദ്ധിമുട്ട്, അവരെന്തൊക്കെയോ അതിന് സംഭവങ്ങൾ ഉണ്ട്. അവരുടെ മനസ്സിൽ തന്നെ അവർ ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണ് അവർ ഒരുപാട് മേ ബി അവർ തെറ്റിലേക്ക് പോകാൻ ചാൻസും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ഒരുപാട് തെറ്റിലേക്ക് പോകാൻ ചാൻസ്. നമ്മളെടുക്കുന്ന മറുപടി കിട്ടിയില്ലെങ്കിൽ അവർ മറുപടി കിട്ടുന്ന ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് പോകും. പിന്നെ അത് തെറ്റിലേക്ക് പാതയായിട്ട് തന്നെ നീങ്ങിപ്പോകും. പിന്നെ നമ്മളുടെ അവരെ ഒന്നും തുറന്ന് സംസാരിക്കുകയോ ഒന്നും നമ്മുടെ ഇടപഴകോ ഒന്നും ചെയ്യില്ല. കുട്ടി വേറെ രീതിയിലേക്ക് മാറിപ്പോകും. ഇപ്പം പലതരം ഓരോ അഡിക്റ്റിങ്ങെല്ലാം കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മള് സർ, അതുപോലെ തന്നെ നമ്മൾ പല പാരന്റ്സ്, നമ്മളടക്കമുള്ള ആൾക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുട്ടി ഈ മൊബൈൽ ഫോണിലും മറ്റു ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഭയങ്കര എൻഗേജ്ഡ് ആണ്, അതാണ് അവരുടെ ലോകം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ശരിക്കും ബോധവാന്മാരല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാർ ഇപ്പൊ നമ്മളെ ടോപ്പിക് തന്നെ പറഞ്ഞ ക്വാളിറ്റി ടൈമാണ് കുട്ടികൾക്കുള്ളത്. ഇപ്പൊ പാരന്റ്സിന്റെ ഒരു സമയം കുട്ടികൾക്ക് എത്രത്തോളം ചെലവാക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ ഇപ്പൊ നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ വേണം കുട്ടികൾ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. അത് നമ്മൾ കുട്ടികളിലേക്ക് എൻഗേജ്ഡ് ആവുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്നും ഇപ്പൊ എന്റെ വീട്ടിൽ ആണെങ്കിൽ പോലും നമ്മൾ വിളിച്ചതിനെ പറയാം, അവര് പഠിത്തത്തൊക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇപ്പൊ 24 മണിക്കൂർ ഗെയിമും ഫോണും വീഡിയോസും ഇതൊന്നും പറഞ്ഞ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയും. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്, കുട്ടിയുടെ പറഞ്ഞിട്ട് കുട്ടിയുടെ പഠിക്കാൻ വേണ്ടി ഏൽപ്പിക്കും. അതേ ടൈമിൽ പാരന്റ്സ് ഫോൺ വാങ്ങിച്ചിട്ട് അവര് റീൽസ് ആണെങ്കിലും ശരി മറ്റുള്ള സംഭവങ്ങളും ശരി അവരും ഈ മൊബൈലിൽ തന്നെയാണ് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരിൽ ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ശരി, ഈ പറഞ്ഞത് ശരിയാണ്. അത് ഞാനൊരു ചെറിയ കാര്യം പറയാം. അതായത് നമുക്ക് ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലയന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാണ്, ഒരു 4 വയസ്സുള്ള 1 വയസ്സും 2 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് ഇതേപോലെ അവര് ജനിച്ചിട്ട് ഉപ്പ കുഞ്ഞെ കണ്ടിട്ടില്ല. അപ്പോ അവര് ഉപ്പ വന്നിട്ട് ദുബായിലാണ്. അപ്പൊ അവര് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് മോർണിംഗ് ആണ് ഈ കോൾ വരുന്നത്. 1 വയസ്സ് 2 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞെ ജസ്റ്റ് ഒന്ന് കാണിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ കൗൺസിലിംഗ് ഇപ്പൊ പറ്റാന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വന്നപ്പോ ആ കുഞ്ഞിങ്ങനെ ജസ്റ്റ് ആക്ഷൻ കാണിക്കുകയാണ് അത്രേ. അതായത് ഇങ്ങനെയുള്ള ആക്ഷനും ഇങ്ങനെയുള്ള ആക്ഷൻസും ഇടയ്ക്ക് ഹാപ്പി ആവുന്ന ടൈമിലും, അതായത് ചുമ്മാ ഇരിക്കുന്ന ടൈം ഉണ്ടാവില്ല, ആ ടൈമിലൊക്കെ ഇങ്ങനെ ആക്ഷൻസ് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഞാനത് ഞാൻ ജസ്റ്റ് കുറെ ആലോചിച്ചു എന്തായിരിക്കും ഇതിന്റെ പ്രോബ്ലം. ജസ്റ്റ് നല്ലോണം ആലോചിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ജസ്റ്റ് കുട്ടി ഫോൺ യൂസ് ചെയ്യാം, ഫോണിൽ ജസ്റ്റ് വീഡിയോസ് കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചു. അപ്പൊ ജസ്റ്റ് വീഡിയോസ് അങ്ങനെ കാണുമില്ല, പിന്നെ ഉപ്പ ഫോൺ വിളിക്കാറുണ്ട് എന്നാണ്. അപ്പൊ ഉപ്പ ഫോൺ വിളിക്കുമ്പോ എങ്ങനെ സംസാരിക്കാറെന്ന് ചോദിച്ചു. അപ്പൊ ആ കുഞ്ഞിനോട് നമ്മൾ എന്തെങ്കിലും ആംഗ്യല്ലേ സംസാരിക്കുള്ളൂ, അല്ലാതെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോഴേ നമ്മൾ പോയിട്ട്. അപ്പൊ ആ കുഞ്ഞിനോട് ജസ്റ്റ് സംസാരിക്കുമ്പോ ഹെഡ് മൂവ് ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കാറ്. അത് ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ ആ കുഞ്ഞ് അത് ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? കുഞ്ഞ് ക്യാച്ചപ്പ് ചെയ്തിട്ട് ആ കുഞ്ഞ് ഇങ്ങനെ കാണിക്കുക, ജസ്റ്റ് ഹാപ്പി ആവുന്ന ടൈമിലും അതേപോലെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഹെഡ് വയ്ക്കുക, ഇങ്ങനെ കാണിക്കുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് അത് മാത്രം. അവര് പല ന്യൂറോ സർജനെ കണ്ടു, ഒരുപാട് കണ്ടു, MR സ്കാനിങ് എല്ലാ കാര്യങ്ങളും എടുത്ത്. കുട്ടിക്ക് ഉണ്ടോ അറിയണ്ടേ, ഒന്നുമില്ല. പക്ഷെ ഇത് മാത്രം പ്രോബ്ലം. ആ ഉപ്പ കാണിക്കുന്ന അതേപോലെ തന്നെയാണ് ആ കുഞ്ഞും കാണിക്കുന്നത്.
അത് ഒരു വയസ്സും 2 മാസം പ്രായമാണ്. കുട്ടിയെ മനസ്സിലായില്ലേ? അവരുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് കൂടുതലായിട്ട് ക്യാച്ച് ചെയ്തു. അതെ. അപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഫോൺ യൂസ് ചെയ്യാതെ മാക്സിമം ഇരിക്കണം. എന്നാലേ നമ്മൾ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. കറക്റ്റ് സാർ. നമ്മൾ ചെറിയ ഓക്കെ. കുട്ടിയാന ആവേണ്ട സമയത്ത് നമ്മളൊരു കുട്ടിയാനായിട്ട് തന്നെ കുട്ടികളുടെ കൂടെ അതെ കളിക്കുക എന്നുള്ളത്. അതെ, നമ്മൾ മാക്സിമം അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുക. ഓക്കെ. അപ്പൊ നമ്മൾ പാർട്ട്ണർക്ക് കൊടുക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ കൊടുക്കുക. മനസ്സിലായോ? അതേപോലെ നമ്മൾ സ്പെൻഡ് ഹോളിഡേസ് നമുക്ക് മേ ബി സൺഡേസ് ആയിരിക്കും നമുക്ക് ഹോളിഡേസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? ആ ടൈമിൽ ജസ്റ്റ് അവരുമായിട്ട് പുറത്തൊക്കെ പോകാൻ മാക്സിമം ശ്രമിക്കുക. സാർ ആക്ച്വലി പറഞ്ഞു വരുന്നത് നമ്മളിപ്പോ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നല്ലേ? കാരണം അവരെ സമയം അവർക്കായിട്ട് തന്നെ ചെലവഴിക്കും. കാരണം അവരെ കൂടെ കളിച്ചും ചിരിച്ചും സംസാരിച്ച് ചെലവഴിക്കും. അതല്ലേ സാർ പറഞ്ഞു വരുന്നത്? അവർക്ക് ടൈം നമ്മൾ കണ്ടെത്തണം. അവർക്ക് ടൈം നമ്മൾ കണ്ടെത്തിയ അല്ല, നമ്മൾ അതുപോലെ കിച്ചണിലിരുന്ന് അതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതുപോലെ ഒരു അവോയ്ഡ് ആയ പോലെ പഠിച്ചെടുക്കും അല്ലെ? അതായത് അവര് അത് കേസ് ചെയ്യാൻ കുറച്ച് പാടുപെടും. അതെ. കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ മാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയെ പഠിപ്പിക്കുന്ന കേസിലാണോ, കുട്ടിക്ക് സ്കൂൾ സംബന്ധമായ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചുകൊണ്ട് വേണം, അതിനുള്ളൊരു നല്ലൊരു റൂം, കാര്യങ്ങൾ, കുട്ടിക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വേണം കുട്ടിയെ ശരിക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമ്മള് ചില ആൾക്കാരെ ഒന്ന് കിച്ചണിൽ പോകും, ഓടി വരും, കുട്ടിക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുക്കും, വീണ്ടും കിച്ചണിൽ പോകും, പിന്നെ കുട്ടി വന്ന് എത്തി നോക്കും വേണം എന്തെങ്കിലും കുട്ടി ചെയ്യുന്നുണ്ടോ, പിന്നെ എഴുതിയില്ല തലക്ക് ഒരു മേട്ടം കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി പറയും. ഇങ്ങനെ ഒരു സംഭവമാണെങ്കിൽ കുട്ടി പഠിത്തത്തിൽ പിറകോട്ടേക്ക് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പൊ നമ്മള് അവരുടെ കൂടെ ഒരു ഫ്രെയിം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ ഫ്രെയിം സൃഷ്ടിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ അവരുടെ കൂടെ തന്നെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്താൽ ആ കുട്ടി പഠനത്തിലാണെങ്കിൽ നല്ല മികവ് കാണിക്കും. നമ്മൾ പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു 8ാം ക്ലാസ് വരെ കുട്ടി എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കും. 8ാം ക്ലാസ് മുതൽ പിന്നെ നമ്മൾ ടീച്ചേഴ്സ് നമ്മൾ പ്രഷർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിക്കുള്ള പ്രഷർ കൊടുക്കും. അത് അങ്ങനെ പഠിക്കും, ഇങ്ങനെ പഠിക്കുക, അതെന്ത് ചെയ്യാത്ത ഇതെന്ത് ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു സംഭവമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ ശരിക്കും ആ കുട്ടിയുടെ പഠിക്കേണ്ട ഒരു സമയത്ത് കംപ്ലീറ്റ് കിച്ചണിലെ വർക്കൊക്കെ മുൻപേ തീർത്ത് വെച്ച് ആ കുട്ടിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും. അതായത് പാരന്റ്സ് തന്നെയാണ് കുട്ടികളുടെ പാഠപുസ്തകം, അതല്ലേ മെയിൻ ആയിട്ട് അല്ലെ? കറക്റ്റ്. കുട്ടികളെല്ലാം ആദ്യത്തെ അധ്യായം കുട്ടികൾ പഠിച്ചെടുക്കുന്നത് പാരന്റ്സിൽ നിന്ന് തന്നെയാണ്. കൂടുതലും അമ്മമാരുടെ അടുത്തുനിന്ന്. തീർച്ചയായും. ബട്ട് അല്ല, എല്ലാ കുട്ടികളും മാതാവിന്റെ അടുക്കൽ മാത്രമല്ല, ഒരാള് റോൾ മോഡൽ അച്ഛനെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതെ, ശരിയാ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിൽ പോവാം. തീർച്ചയായിട്ടും ഫാദറിന്റെ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിഹേവ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാല് ADHD ഉള്ള ഒരു കുട്ടീനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയുടെ അച്ഛന് കൂടെ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ആ കുട്ടീനെ നമുക്ക് ഇരുത്താൻ പറ്റുന്നുണ്ട്. അവർക്ക് ഇരുത്തില്ലല്ലോ. സോ മദറിന്റെ അടുത്ത് അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ആ കുട്ടി ഭയങ്കര ദേഷ്യം കാണിക്കുകയൊക്കെ, തീരെ ഇരിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ക്ലയന്റ് ഉണ്ട്. ആ കുട്ടിയുടെ ഉപ്പ ഗൾഫിലാണ്. നാട്ടിൽ വരുന്ന ആ ഒരു 3 മാസം ആ കുട്ടി വളരെ ആ ഉപ്പ പറയണതൊക്കെ കേട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കുട്ടിയാണെന്ന് പോലും പറയില്ല. അത്രയും ആ ഉപ്പ പറയുന്ന കേട്ട് ഇരിക്കുന്നത്. പിന്നെ വേറൊരു കേസ് ഇതുപോലെ സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യാൻ പോയപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഫാദേഴ്സിന്റെ ഒരു ആബ്സെൻസ് കുട്ടികളിൽ ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഒന്നാമത് ആ കുട്ടി ആ മദർ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ കുട്ടി പെരുമാറുന്നത്. അതുകൊണ്ടായിരിക്കാം എന്റെ തിങ്ങാണ്. അത് മാത്രമല്ല, നമ്മള് ഈ പാരന്റ്സിന്റെ ഇപ്പൊ അച്ഛനാണെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ കൂടെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. കാരണം ഈ വെക്കേഷനിൽ വരുന്ന കുറച്ച് സമയങ്ങളല്ലേ ഈ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ അത്രയും സമയം അവനിക്ക് വേണ്ടിയിട്ട് ആ ഫാദർ ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയങ്ങൾ കൊടുക്കുന്നുണ്ടായി. പക്ഷെ ഒരു മദറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് മറ്റുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പൊ അവർക്ക് കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുട്ടി എന്ന് പറയുന്നത് പിന്നെ കൂടുതലായിട്ട് പിന്നെ ഇരിക്കാത്തൊരു കുട്ടിയെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടിയില്ല കളി കളിക്കും. അപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഉണ്ടാവും, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പൊ ഒന്നും കൂടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ കുട്ടിക്ക് വാശി
വാശി കൂടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയിൽ കാണുന്ന ഒരു എക്സ്ട്രാ എനർജിയെ നമ്മൾ നല്ല രീതിയിൽ അത് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്നെ വായിച്ചത് കേട്ടതായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറിനെ ഇങ്ങനെ ഒരു അക്കാദമിയിലേക്ക് കൊണ്ടുവിടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൈപ്രാക്ടിക് ആയിരുന്നു. അവരെ ഒരു സമയം പോലും വീട്ടിൽ ചുമ്മാ ഇരിക്കില്ല. കണ്ട മരത്തിന്റെ മുകളിലാണെങ്കിലും ശരി, അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണെങ്കിലും ശരി, ഭയങ്കര ഒരു ഹൈപ്രാക്ടിക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഒരു വെക്കേഷൻ വന്നപ്പോൾ അവർ തീരുമാനിച്ചു, ഈ കുട്ടിയെ നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും എനർജറ്റിക് ആയിട്ട് കളിക്കുന്ന ഒരാൾ, അപ്പൊ ഫിസിക്കൽ സ്പോർട്സ് പരമായിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാന്ന് തീരുമാനിച്ചിട്ടായിരുന്നു അത്ര അവർ ആദ്യമായിട്ട് കുട്ടിയെ ഒരു സ്പോർട്സ് അക്കാദമിയിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹം ആരാണ് അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അത്രയും ഒരു ഹൈപ്രാക്ടിക് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ, അല്ലെങ്കിൽ അവരെ ഭയങ്കര കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ, അവരുടെ കൂടെ നമ്മൾ സമയം കണ്ടെത്തി ചെലവാക്കി അവർക്കുള്ള ആ ഒരു എക്സ്ട്രാ എനർജിയെ അതിന്റെ രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും കൂടെയാണ്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. മെയിൻ ഇഷ്യൂസ് അവർ ഫാമിലീസ്. നമുക്ക് മെയിൻ ഇഷ്യൂ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂവിന് മെയിൻ ഇഷ്യൂ അല്ലെ. അതേപോലെ ഡിസിഷൻ മേക്കിംഗ്, പാരന്റിങ് സ്റ്റൈൽ, അൺഹെൽത്തി എക്സ്പെക്ടേഷൻ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അതേപോലെ നമ്മുടെ പ്രൊഫഷണൽ, നമ്മളിപ്പോ ഒരു ഫാമിലി ലൈഫ് ആണെങ്കിൽ നമ്മൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് അവിടെ കാണിക്കാൻ പാടില്ല അല്ലെ. നമ്മളിപ്പോ അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ പറയട്ടെ. ഡോക്ടേഴ്സ് ആയിരുന്നു. അഡോണ്ട് ഡോക്ടേഴ്സും അവർക്ക് എപ്പോഴും ഡ്യൂട്ടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു കുഞ്ഞുണ്ട്, 8 വയസ്സ് പ്രായം. അപ്പോ ആ കുഞ്ഞിനെ അവർക്ക് നോക്കാൻ ഒരു സെർവന്റിനെ വെച്ചിട്ടുണ്ട്. അപ്പോ ഈ കുഞ്ഞിനെ നോക്കാൻ തീരെ ടൈമില്ല. അപ്പോ അവരെ ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നാലും അവർക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വീട്ടിലും ഉണ്ട്. ഒരു 5:30 to 7:30 വരെ പിന്നെ ഡ്യൂട്ടി, രണ്ടുപേരും ഡ്യൂട്ടിയാണ്. അപ്പൊ അവർ കുഞ്ഞിനെ നോക്കാൻ തീരെ ടൈമില്ല. അപ്പോ ഈ കുഞ്ഞ് ഇതേപോലെ സ്കൂൾ പോകുന്ന ടൈമിലൊക്കെ കുഞ്ഞ് ഒരുപാട് ക്യാഷ് കയ്യിൽ, അത് ക്യാഷ് കൊടുക്കൊന്നുമില്ല. പക്ഷെ കുഞ്ഞത് ക്യാഷ് എടുക്കുന്നുണ്ട്. അത് അവര് പാരന്റ്സ് അറിഞ്ഞിട്ടില്ല, ക്യാഷ് എടുക്കുന്നൊന്നും അറിഞ്ഞിട്ടില്ല. 8 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോ ഇങ്ങനെ കുഞ്ഞെടുക്കണ കണ്ടപ്പോ ഒരു ദിവസം അമ്മ കാണുന്നതാണ് കുഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിയത്. അങ്ങനെ ഈ കുഞ്ഞ് ണ്ട്. അത് ഞങ്ങൾ ഇടയ്ക്കേ കാണാറുള്ളൂ. ഞങ്ങൾ ഡ്യൂട്ടിയാണ്, വീട്ടിലെത്തിയാൽ ഡ്യൂട്ടിയാണ്, ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അത് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത്. ശരിയാണ് ഡോക്ടർ, ഞാൻ ഡോക്ടറാണ്, എനിക്കറിയാം, അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മൾ ഫാമിലി ലൈഫിൽ നമ്മളെ പ്രൊഫഷൻ എടുക്കരുത് ഒരിക്കലും. നമ്മൾ വീട്ടിൽ ഡ്യൂട്ടികളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ടൈം കൊടുത്തതിന് ശേഷം നമ്മൾ അത് ബാക്കി ചെയ്യായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയി വരിക. അപ്പൊ അവർക്ക് അങ്ങനത്തെ കൗൺസിലിംഗ് കാര്യം കൊടുത്തപ്പോൾ അവർക്ക് കുഴപ്പമില്ല, ടൈം കണ്ടെത്താം, അവരെ കെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ആ രീതിയിൽ എത്തിയപ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുഞ്ഞു പിന്നെ അങ്ങനത്തെ ഒരു പ്രോബ്ലം അവർ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അവരെ. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം ഇപ്പൊ പറയുന്നില്ല, കുഞ്ഞിപ്പോ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കാറുണ്ട്, ഞങ്ങളിപ്പോ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, ഡ്യൂട്ടീസ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഫാമിലി ലൈഫ്, ഇപ്പൊ ടീച്ചർ ആയിരിക്കാം, അതേപോലെ എഞ്ചിനീയർ ആയിരിക്കാം, ഒരുപാട് പേര് നമ്മളിപ്പോ സ്കൂളിൽ പോയാലും നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ അത് അവരുണ്ട് ഇതുണ്ട്, അവരോരോ ഡ്യൂട്ടീസ് ഇങ്ങനെ വീട്ടിൽ വന്നാലും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അപ്പോഴും ഡ്യൂട്ടിയാ, മക്കളെ നോക്കാൻ ടൈമില്ല, ഹസ്ബൻഡിനെ നോക്കാൻ ടൈം ഉണ്ടായില്ല. നമ്മൾ ഈ ഡ്യൂട്ടി ഇങ്ങനെ എപ്പോഴും നമ്മൾ വീട്ടിലും കോളിങ്ങും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആളായിരിക്കണം. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യാം. ഇതിനെ കുറിച്ച് നീ പറയാണ്ടോ? എന്തെങ്കിലും എക്സാമ്പിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്? ജസ്റ്റ് ആരെങ്കിലും അറിയോ ഏതെങ്കിലും ഒരു കേസ് വന്നതെങ്കിലും? ഓക്കെ, ഇല്ല അല്ലേ? ഒന്നും മൈൻഡിൽ വരുന്നില്ല. ഓക്കെ. അപ്പൊ വരികയാണെങ്കിൽ അവരെ നമുക്ക് ടാസ്ക് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. CPT കാര്യം കൊടുത്താൽ തന്നെ മതി. നമുക്ക് CPT ഓക്കെ. അപ്പൊ നെക്സ്റ്റ് CPT കുറിച്ച് പറയാം. നമുക്ക് ഇത് മെയിൻ ഇഷ്യൂസ് ഇൻ അവർ ഫാമിലീസ് പോയിന്റ്സ് ശ്രദ്ധിച്ചോ? നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, ഡെസിഷൻ മേക്കിംഗ്, അതേപോലെ പാരന്റിങ് സ്റ്റൈൽ, അൺഹെൽത്തി ആയിട്ടുള്ള എക്സ്പെക്ടേഷനും കാര്യങ്ങളും, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ക്വാളിറ്റി ടൈം മെയിൻ ഇഷ്യൂ അല്ലെ. എല്ലാ ഫാമിലീസിലും ക്വാളിറ്റി ടൈം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ക്വാളിറ്റി ടൈം കുറവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയട്ടെ, ടൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് പറയാം. ഒരു ഫാമിലി ആയിരുന്നു, അവര് 3 കുഞ്ഞുങ്ങളുണ്ട്, ഉപ്പ ഉമ്മ. 17 വയസ്സിലാണ് അവര് പ്രേമിച്ചത്.
17 വയസ്സിൽ അത് 14 വയസ്സിൽ പ്രേമിച്ചു, 17 വയസ്സിൽ കല്യാണം കഴിച്ചു, പയ്യനെ 21 വയസ്സിന് കല്യാണം കഴിച്ചു. അവര് പ്രേമത്തില് തമ്മിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അവർ സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവക്ക് അവൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ആ ടൈമില് പയ്യൻ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യം അന്വേഷിക്കേണ്ടി, ഏതാ ഡ്രസ് ഇടുന്നത്, എവിടെ പോകുന്നത്, എവിടെ പോകുമ്പോ എന്നോട് പറയണം, ഫുഡ് കഴിക്കുന്നത് എപ്പോഴാണ്, എന്താ ഫുഡ് കഴിക്കുന്നത്, ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു. കല്യാണം കഴിഞ്ഞു, 3 കുഞ്ഞുങ്ങളായി. എന്റെ അടുത്ത് വന്നു, എന്റെ ഭർത്താവ് സപ്പോർട്ടും ഇല്ല, കെയറും ഇല്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. മൂത്ത മോൻ ഇപ്പൊ 12 വയസ്സോ 13 വയസ്സോ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് അവർക്ക് സപ്പോർട്ടും കെയറും കിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ ചോദിച്ചു ഹസ്ബൻഡിനോട്, അപ്പൊ പ്രേമിക്കുന്ന ടൈമിൽ എന്തായിരുന്നു ഇത്രയും സംസാരമൊക്കെ ഉണ്ട്, ഇപ്പൊ പെട്ടെന്ന് ആ സംസാരം ഇവിടെ പോയിന്ന്. അപ്പൊ അവന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വീട് മാറി താമസിക്കേണ്ടി വന്നു, അതിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഫിനാൻഷ്യലി വന്നു. അപ്പൊ എനിക്ക് ഇതിനൊന്നും സമയമില്ല. അവര് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവര് രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 10 മണിക്കൊന്നും ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് വരും, പിന്നെ രാത്രി 9:30ക്കാണ് എത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 7 മണിക്ക് പോയി 10 മണിക്ക് വരുന്നുണ്ട്, ആ വരുന്ന ടൈമിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ആ ടൈമിൽ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ജസ്റ്റ് അവിടെ സംസാരിക്കും. ആദ്യം നമ്മൾ സംസാരിച്ച ഭാര്യ പറയുന്നത്, എന്നെ ആ സമയത്ത് ഭയങ്കര സംസാരമായിരുന്നു, എവിടെ ചെന്നാലും എപ്പോഴും കോളിംഗ് ആയിരുന്നു, രാത്രി പുലർച്ചെ 3:30-4 മണിക്കൊക്കെ ഇരുന്ന് കോളിംഗ് ആയിരുന്നു. ആൾക്കാർക്ക് ഇപ്പൊ കോൾ ചെയ്യാൻ ഒന്നുമില്ല, ടോപ്പിക്സ് ഇല്ല എന്ന് പറയുന്നത്. ആ ടോപ്പിക്സ് എവിടെ പോയി? മാരേജ് കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങളായപ്പോ ടോപ്പിക്സ് ഒക്കെ പോയോ? അപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂസ് പറഞ്ഞിട്ടാണ് അവര് അത് ഇതാക്കിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞ അതല്ല, മെയിൻ ഇഷ്യൂസ് ഒന്നല്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ശരിയാണ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വന്ന് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ടൈം കണ്ടെത്തണം. അവരെ മെയിൻ ഇഷ്യൂ എപ്പോ സിറ്റിംഗ് ഞാൻ പറയും, 1 month ആയി. അപ്പൊ ഞാൻ പറയും, എപ്പോ സിറ്റിംഗ് വന്ന് ഞാൻ പറയും, കോൾ ടൈം ഇമ്പ്രൂവ് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ ഇത് മുന്നോട്ട് പോകൂല. അപ്പൊ ഞാൻ ടാസ്ക് ഒന്ന് കൊടുക്കും, ടാസ്ക് കൊടുത്ത് ലാസ്റ്റ് വൈഫ് പറഞ്ഞു, എനിക്ക് ഇത് പറ്റില്ല, നമുക്ക് കൗൺസിലിംഗ് നിർത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ നിർത്താം, ഇനി ഫീസ് ഒന്നും തരണ്ട, ഒരു 1 വീക്ക് ഞാൻ പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ഞാൻ അവർക്ക് 1 വീക്ക് ഞാൻ ഫീസ് ഇല്ലാണ്ട് ജസ്റ്റ് വരണം, കണ്ടിന്യൂസ്ലി വരണം എന്ന്. കണ്ടിന്യൂസ്ലി അവർക്ക് ടാസ്കും കാര്യം കൊടുത്ത് അയാളെ മാറ്റിയെടുത്തു ഞാൻ. അവർക്ക് സംസാരിക്കുന്ന ടൈം കൂട്ടിട്ടു. അതായത് അവർ പറഞ്ഞ ടൈം ഇല്ലാന്നല്ലേ പറഞ്ഞുള്ളൂ. ഫുഡ് 15 മിനിറ്റ്, ആ ടൈമിൽ അവർ ഓരോ കാര്യങ്ങളും, വൈഫിന്റെ ഓരോ കാര്യങ്ങളും സംസാരിച്ചു, കുട്ടികളുടെ കാര്യം സംസാരിച്ചു, അങ്ങനെ ഓരോ കാര്യം സംസാരിച്ച് അവരെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റി. അപ്പോ ക്വാളിറ്റി ടൈം ഭയങ്കര മുഖ്യമാണ് ഈ സംഭവത്തില്, ഫാമിലി ലൈഫിൽ. ഓക്കെ, പിന്നെ പൊതുവെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിഫോർ മാരേജ് ആണ് അവരുടെ ഒരു റൊമാൻസ് എന്ന് പറയുന്നത്. ലേഡീസ് എന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജ് ആണ് ലേഡീസിന്റെ ഒരു റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് പറയാറുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് സാറിന് ഈ ഒരു മാറ്റർ, ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ കടന്നുപോയ സമയത്ത് എന്റെ മൈൻഡിലേക്ക് വന്നിട്ടുള്ള ഒരു ക്ലയന്റിന്റെ കേസാണ് എനിക്കും വന്നിട്ടുണ്ടായത്. അവര് രണ്ടാമത്തെ മകനാണ്. മൂത്താളെന്ന് പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. ആ വീട്ടിൽ ടോട്ടൽ 10-11 മെമ്പേഴ്സ് ഉണ്ട്. ആൺകുട്ടികൾ 10ഉം പെണ്ണ് ഒരാളുമാണ്. മൂത്താള് കല്യാണം കഴിച്ച് പെൺകുട്ടി പോയി വീട്ടിൽ നിന്ന്. പിന്നെ ഉള്ളത് 10 ആൺകുട്ടികളാണ്. ഈ 10 ആൺകുട്ടികളുള്ള വീട്ടിൽ ആണുങ്ങളിൽ മൂത്താളുടെ കല്യാണം കഴിഞ്ഞു അവരെ കൊണ്ടുവന്നു. ഇയാളായിരുന്നു കൗൺസിലിങ്ങിന് വേണ്ടി വന്നത്. ഇവര് 3 വർഷത്തിന് ശേഷമാണ് എന്റെ അടുത്ത് മാരേജ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ ശേഷമാണ് കൗൺസിലിങ്ങിന് വരുന്നത്. കൗൺസിലിംഗ് വന്ന സമയത്ത് പുള്ളിയാണ് ആദ്യമായിട്ട് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്, പുള്ളി മാത്രമായിട്ട്. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഭയങ്കരമായിട്ട് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്, ശരിക്കും പറഞ്ഞ 2.5 മാസത്തോളമായിട്ട് ഉറക്കമൊന്നും ഒരു ക്ലിയർ ആകുന്നില്ല. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്ത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ വിവാഹ ജീവിതം സക്സസ് അല്ല. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഡൈവോഴ്സിലോട്ടേക്ക് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെൺകുട്ടി ഒരു പാവമായിട്ടുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത് ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയ സമയത്ത് പുള്ളി പറഞ്ഞു, ഇവൻ ഒരു ആഫ്റ്റർ മാരേജിൽ ഒരു ഭാര്യ ഭർത്താവിന് ഉണ്ടാവേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അവരുടെ ഫിസിക്കൽ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ പോലും പുള്ളിക്കാരി ഇൻട്രസ്റ്റഡ് അല്ല. അതുകൊണ്ട് പുള്ളി ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളി ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് ഞാനെന്ന് പറയുന്ന ഒരാളെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്, അവൾക്ക് വേറെ പ്രേമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവണം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കുറെ സംശയങ്ങളാണ്. അപ്പൊ അവിടെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്ന്, ഓപ്പൺ ടോക്കിംഗ് ഇല്ല, രണ്ടുപേരും ഇതിനെക്കുറിച്ച് ഒരു സംസാരമോ കമ്മ്യൂണിക്കേഷൻസോ ഒന്നും നടത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവരെയും കൂടെ നമ്മൾ കൗൺസിലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുവന്ന് ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പുള്ളിക്കാരി രാവിലെ 4:30-5 മണിയുടെ ഉള്ളിലായിട്ട് എണീക്കണം.
ഈ 4-5 മണിയുടെ ഉള്ളിൽ എണീച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഉമ്മാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതൊക്കെ കൊണ്ട് തന്നെ കൂടുതലായിട്ട് കിച്ചണിലെ കാര്യങ്ങളോ വീട്ടിലത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ ഈ 4:45 എണീച്ച കുട്ടി കടന്നുറങ്ങുന്നത് രാത്രി 11-12 മണിക്കായിരിക്കും. ആ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പിറ്റേന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൺകുട്ടികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് അടക്കം ഭക്ഷണവും ഡ്രസ്സും കാര്യങ്ങളെല്ലാം അയൺ ചെയ്ത് വെച്ചു കൊടുക്കുന്ന എല്ലാ ഡ്യൂട്ടിയും ഈ ഒരു പെൺകുട്ടിക്കാം. ഈ ഒരു പെൺകുട്ടി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ജീവശവമായിട്ടായിരിക്കാം രാത്രിയിൽ ബെഡ്റൂമിൽ വരുന്നത്. അവിടെ ഈ കുട്ടിക്ക് സംസാരിക്കാനുള്ള സമയം ഇതില്ല. ആ കുട്ടിക്ക് വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഇതില്ല. ആ കുട്ടി ജീവശവമായിട്ട് കിടക്കുകയല്ലേ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മളാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മളും ടയേർഡായിരിക്കും ഇതുപോലെ. അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ എന്ത് വർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക. നിങ്ങളുടെ വർക്കിന് നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക. ഇത്ര ടൈം ടു ഇത്ര ടൈം വരെ ഇത്. ഇപ്പൊ പുള്ളിക്കാരൻ ജോലി ചെയ്ത് വരുന്ന സമയം ഇത്ര പർട്ടിക്കുലർ ടൈം ടു ഇത്ര പർട്ടിക്കുലർ ടൈം വരെ ഒരു ഹാഫ് ആൻ അവറോ 1 അവർ നിങ്ങൾ എടുക്കുക. അപ്പൊ നല്ല വീടും കാര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഉനാല് വാങ്ങിക്കുക. നിങ്ങൾ മുകളിലുള്ള ഏരിയയിൽ നിങ്ങൾ ഇവർ 2 പേര് മാത്രമാണ്, മറ്റുള്ളവരൊക്കെ വരുന്നവർ 2 പേര് മാത്രമായിട്ടാണ് അവിടെ ഉണ്ടാവുക. അവിടെ ഒരു ഉനാല് വാങ്ങിയിട്ടിടുക. ചുമ്മാ ഒരു മ്യൂസിക്കോ കാര്യങ്ങളോ ഒക്കെ വെച്ച് നിങ്ങൾ റിലാക്സ് ആവുക 2 പേരും ആദ്യം തന്നെ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുത്തിച്ചു. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈമുകൾ കൊണ്ടുവന്നു. പിന്നെ കുറച്ചും കൂടെ മെന്റൽ റിലാക്സേഷൻ കിട്ടുന്ന കാര്യങ്ങളും ടോപ്പിക്കും ഡിസ്കഷൻസും കൊടുത്തു. അവർ സക്സസ് ലൈഫിലേക്ക് വന്നു. ഇന്ന് ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ അദ്ദേഹം വിളിച്ചു. ഇന്നിപ്പോ അലൈനിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തിന് 4 മക്കളാണ് ഇപ്പൊ. 4 മക്കളുടെ ജീവിതം. അന്ന് ഡൈവോഴ്സ് ചെയ്യാന്ന് തീരുമാനിച്ചു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ആ സമയത്ത് ഡിവോഴ്സിന് എടുത്ത തീരുമാനമായിരുന്നു ഇനി വേണ്ട, എനിക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഈ 2 കാര്യങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസും അവരുടെ ക്വാളിറ്റി ടൈമും, അപ്പൊ ഈ 2 കാര്യങ്ങളിലും ചേഞ്ചസ് അവരുടെ ലൈഫിനെ സേവ് ചെയ്തു. ഇപ്പൊ അവർ സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പലവരും ഇതൊന്നും വലിയൊരു സംഭവമല്ല എന്ന് മാറ്റി വെക്കുന്ന കാര്യങ്ങളിലാണ് മറ്റുള്ള ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ CBT കുറിച്ച് ജസ്റ്റ് പറയട്ടെ. ഓക്കെ സർ. CBT നമുക്ക് ബേസിക് ഷീറ്റ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ് CBT എന്ന് പറയാം, ഫുൾ ഫോം പറയാം അല്ലെ. അപ്പൊ നമ്മൾ ബിഹേവിയർ ചേഞ്ച് ആക്കുക എന്നാണ് പറയാം അല്ലെ. നമ്മൾ ബിഹേവിയർ ചേഞ്ച് ആക്കുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അല്ലെ. എന്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, സിറ്റുവേഷൻ ആൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ താഴ്ത്തി പോയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ സിറ്റുവേഷൻ ഒരു ഇതുണ്ടായിരിക്കും. ആ സിറ്റുവേഷൻ നമ്മൾ എഴുതി വെച്ച് അത് കഴിഞ്ഞ് നമ്മളെ തോട്ട്സ് ഉണ്ടായിരിക്കാം, ചിന്തകൾ. ഇപ്പോ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് ചിന്തകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുക. ആരും പോസിറ്റീവ് ചിന്തിക്കുകയോ ഇല്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ അത് അങ്ങനെ ആവുമല്ലോ, അയ്യോ വല്ലാതെ കഷ്ടമായി പോയല്ലോ, ഇനിയിപ്പോ എന്തായാലും ചെയ്യുക. അപ്പൊ ആ നെഗറ്റീവ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാൻ തോന്നില്ല. അപ്പൊ നമ്മൾ ആ നെഗറ്റീവ് നമ്മൾ ഇപ്പോഴുള്ള തോട്ട്സ് നമ്മൾ പോസിറ്റീവായി ചിന്തിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷൻ, അത് കഴിഞ്ഞ് നമുക്ക് തോട്ട്സ് ആണ്. ആ തോട്ട്സ് നമുക്ക് ഇപ്പോഴെ തോട്ട് ഉണ്ടായിരിക്കും, ആൾട്ടർനേറ്റ് തോട്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് ഉണ്ടാവുക, അത് നമുക്ക് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോ നെഗറ്റീവ് നമ്മൾ എഴുതുക എന്താ, നമ്മൾ ഇപ്പോഴുള്ള എന്തൊക്കെയാ ചിന്തകൾ എന്ന് എഴുതുക അല്ലെ. ആ ചിന്തകൾ എഴുതി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാറ്റി മറിക്കാന്നാണ് പോസിറ്റീവ് ഉണ്ടാക്കുക, ആൾട്ടർനേറ്റ് തോട്ട്സിൽ. അപ്പൊ നമ്മൾ അതിനെ മാറ്റി മറിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ പോസിറ്റീവായി ചിന്തിക്കാൻ പഠിക്കണം. ആദ്യം നമ്മൾ ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. CBT ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷീറ്റ് വെറുതെ നമ്മൾ ഫില്ലപ്പ് നമ്മളെ മൈൻഡ് നമ്മൾ സെറ്റ് ആക്കുക എന്നാണ്. നമ്മൾ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ആ പോസിറ്റീവിലേക്ക് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ ചിന്ത വരും, അങ്ങനെ വരുമോ, ചാൻസ് കുറവാണ്, അങ്ങനെയൊക്കെ എങ്ങനെ വരിക, നടന്ന സംഭവം അല്ലേ. അപ്പൊ അല്ലാതെ വെറുതെ ചുമ്മാ എഴുതി കഴിഞ്ഞാൽ മൈൻഡ് മാറും. അല്ല, നമ്മൾ അറിഞ്ഞ് നമ്മൾ CBT ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഞാൻ പറയാം നല്ല റിസൾട്ട് കിട്ടും. CBT കൂടെ നമ്മൾ ഒരുപാട് ബിഹേവിയർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് എന്റെ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ CBT കൂടെ ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് എല്ലാത്തിലും CBT ആണ് ബേസ് ആയിട്ട് നോക്കുന്നത്. ആ CBT ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തോട്ട്സിൽ നമ്മൾ ഇപ്പോഴത്തെ തോട്ടും അതിന് നമ്മൾ പോസിറ്റീവ് തോട്ടും എഴുതി വെക്കുക. അതിന് ഫീലിങ്സ് ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഇത് കാരണം നമുക്ക് ഒരുപാട് നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുന്നുണ്ടാവാം. അതേപോലെ നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഫീലിങ്സ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവുക, നമ്മൾ വെറുതെ സന്തോഷിച്ചിരിക്കുമോ ഇല്ലല്ലോ. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വന്നാൽ നമ്മൾ വെറുതെ മൂഡ് ഓഫ് ആയിരിക്കും, നമ്മൾ ആകെപ്പാട് ഡൗൺ ആയി പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകും, ഒരിക്കലും മുന്നോട്ട് പോകില്ല. കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കണം.
അല്ലെ? കുറച്ച് ആക്റ്റീവ് ആയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കാണ്ട് നല്ല കാര്യം ചിന്തിച്ചിട്ട് നമ്മൾ അതിന് പോസിറ്റീവ് ഭാഗമുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, കുറച്ചുകൂടി ഞാൻ ആക്റ്റീവ് ആയിരുന്നാലേ എന്റെ എല്ലാ കാര്യം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് ഒരു എപ്പോഴും നമ്മളൊരു പേഴ്സൺ ഇപ്പൊ നമ്മൾ ചിരിച്ചിരുന്ന അപ്പൊ നമ്മളിപ്പോ യാത്രയ്ക്ക് പോവാം, യാത്ര ചെയ്യുന്ന ടൈമിൽ നമ്മള് മേ ബി നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ മേ ബി സന്തോഷിച്ചിരിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ സങ്കടത്തിലായിരിക്കാം മേ ബി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പൊ ആ ചിരിക്കുന്ന ആളെ പേറ്റി നമ്മൾ നോക്കുമ്പോ ആ ചിരി കാണുമ്പോൾ നമുക്കൊരു ഓക്കെ അവൻ ചിരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ചിരിച്ചുകൂടാ, എനിക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അത് നമ്മൾ മറന്നേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവണം. അങ്ങനെ ചിന്ത കൊടുത്തു കഴിഞ്ഞാലോ, അപ്പൊ ആ ഒരു ചിന്തയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എത്രയും ബെസ്റ്റ് അല്ലേ? അതേപോലെ ഇതൊക്കെ കാരണം ഈ ഫീലിങ്സ് ഒക്കെ നമ്മളെ ബിഹേവിയർ ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മൾ എണീക്കുന്ന കാര്യങ്ങള്, ഫുഡ് കാര്യങ്ങള്, അതേപോലെ എന്തിപ്പോ ജോലി ചെയ്യുന്ന ഉദാഹരണം ഒക്കെ നമ്മൾ ഉണ്ടോ ആരെങ്കിലും ഒരു പുഷ് കൊടുത്താൽ അവർ എന്ത് കാര്യം ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്ന വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ആരും പറയും കഴിച്ചോട്ടോ, ഓക്കെ മതി, റേഷൻ കഴിക്കും, നമ്മൾ നിർത്തി വെക്കും. അതേപോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസോർഡർ ആയി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി നമ്മൾ സെറ്റ് ആക്കി എടുക്കണം അല്ലെ? അപ്പൊ അത് സെറ്റ് ആക്കി നമ്മൾ ബിഹേവിയർ നമ്മൾ ചേഞ്ച് വരുത്തണം ഫസ്റ്റ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് ചിന്തിക്കുക, ഇങ്ങനെ ശരിയാവും, മാറണം, ഇതൊക്കെ മാറാൻ പറ്റും അല്ലെ? അപ്പൊ ആ മാറാൻ പറ്റുന്നത് നമ്മൾ പോസിറ്റീവ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എല്ലാം കൂടി നമ്മൾ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ എങ്ങനെ മുന്നോട്ട് പോകുന്ന വഴി ശരിയാണോ നമുക്ക് അറിയാൻ പറ്റും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബേസിക് ഷീറ്റിൽ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ പോസിറ്റീവ് ഭാഗം അത് ചിന്ത വായിച്ചു നോക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണത്, അപ്പൊ എനിക്ക് ആ പോസിറ്റീവ് ഭാഗം മതി. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. അപ്പൊ അതിന് വേണ്ട ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് കൊടുക്കും. അത് ബേസിക് ഷീറ്റ് ആണ് ഇപ്പൊ പറഞ്ഞു കേട്ടോ. അപ്പൊ ഓരോ ഷീറ്റ് നമുക്ക് CBT എന്ന് പറഞ്ഞാൽ ഒരു ലോഗാണ്, ഒരുപാടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ സംഭവം നമ്മൾ കൊടുക്കുന്നത്. CBT 10 ഷീറ്റ് മാത്രമേ പറഞ്ഞു പറ്റുള്ളൂ. അതിന് സംശയം ഉണ്ടോ? ഹലോ, ആരെങ്കിലും പറഞ്ഞോ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ സംഭവം മനസ്സിലായിരുന്നോ CBTന്റെ? ഓക്കെ. അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം കോൺടാക്ട് ആക്കിയത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ടൈം ഉണ്ടാവില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യോ? ജസ്റ്റ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംശയങ്ങളൊക്കെ ചോദിക്കാം. ഈ CBTനെ കുറിച്ച് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഹസ്ബൻഡുമാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ലേ? നന്നായി ചെയ്യാട്ടോ. CBT നന്നായി ചെയ്യാറുണ്ട്, ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവും. ശരിക്കും പഠിച്ചിട്ട് ചെയ്യണോ? അതോ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ബേസിക് ഷീറ്റ് മാത്രം. അതെ, നമ്മൾ തെറാപ്പി കോഴ്സ് പഠിക്കാൻ വേണം. നമ്മൾ തെറാപ്പി കോഴ്സ് പഠിക്കാൻ CBTന്റെ കോഴ്സ് നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടോ? പറയൂ. സംശയമില്ല. സംശയമില്ലായ്മയാണ് സംശയം. അതെ അതെ. സത്യം പറഞ്ഞ അവസരത്തിൽ ചോദിക്കാൻ സംശയം കിട്ടുന്നില്ല. കിട്ടിയെങ്കിൽ സാറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, വാട്സപ്പ് ചെയ്യാം, ജസ്റ്റ് കോൾ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ അല്ലേ ഇബ്രാഹിം? Yes, ma'am. Okay, then you can proceed with vote of thanks. അതെ, അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു സമയം ചെലവഴിച്ചിട്ടുള്ള, ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള സമയം നമ്മൾക്ക് തന്നിട്ടുള്ള ഡോക്ടർ രൂപേഷിനോട് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു എല്ലാവരുടെയും പേരിലും. പിന്നെ അതുപോലെ തന്നെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സ്, ഒരുപാട് നോളജ് നമുക്കും കിട്ടും. നമ്മൾ പലവരുടെയും മനസ്സിൽ തങ്ങി നിരുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ കൂടെ നമ്മൾക്ക് പേഴ്സണലി റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പം എന്തായാലും നമ്മൾ IAGC ഓവർസീസിന്റെ പേരിൽ
നന്ദി അർപ്പിക്കുകയാണ്. Thank you so much. താങ്ക് യു സർ. Thank you, Dr. Rupesh. Okay.